ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ. ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ. പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 58-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അഷ്ടമഹിഷി വിവാഹങ്ങളിൽ 5 വിവാഹങ്ങൾ പറഞ്ഞു. ഇനി 3 വിവാഹങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കാളിന്തി വിവാഹം, അത് കഴിഞ്ഞ് മിത്രവിന്ദയുടെ വിവാഹം വളരെ ചുരുക്കി 2 ശ്ലോകങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ അച്ഛൻ പെങ്ങളായ രാജാതിദേവിയുടെ പുത്രി തന്നെയാണ് മിത്രവിന്ദ. വിന്ദാനുവിന്ദന്മാരെന്ന മിത്രവിന്ദയുടെ സഹോദരന്മാർ ഭഗവാനെ എതിർത്തിരുന്നു. ഭഗവാന് അനിയത്തിയെ കൊടുക്കില്ല എന്ന് വെച്ചിരുന്നു. എങ്കിലും ഭഗവാൻ സ്വയംവരത്തിൽ ചെന്ന് അവളെ ബലാത്കാരേണ മറ്റ് രാജാക്കന്മാരെ, ശത്രുക്കളെയൊക്കെ ജയിച്ചുകൊണ്ട് ഹരിച്ചു കൊണ്ടുപോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം നിർത്തിയത്. അതിൻ്റെ തുടർന്നാണ് കൗസല്യ അല്ലെങ്കിൽ നാഗ്നജിതി അല്ലെങ്കിൽ സത്യ 3 പേരിൽ അറിയപ്പെടുന്ന ആ ദേവിയുടെ വിവാഹം. ആ ഭാഗം ഇപ്പോൾ കാണാം നമുക്ക്. ഇപ്പം നമുക്ക് ഇന്നലെ കാളിന്തി വിവാഹം ആരംഭിച്ച 13-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 13-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 58-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 13-ാം ശ്ലോകം ശ്രീശുകൻ പറയുന്നതാണ്. ഏകദാരഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗ ചാക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശത്പരവീരഃ. തത്രാവിദ്യക്ഷരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ താൻ നിന്യുഃ കിങ്കരാ രാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീതഃ പരിശ്രാന്തോ ബീഭത്സുർയമുനാം അഗാദ്. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശദുഃഖന്യാം ചരന്തീം ചാരുദർശനാം താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിതഃ സഖ്യാ ഭാൽഗുനഃ പ്രമദോത്തമാം. കാ ത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. കാളിന്ത്യുവാച. അഹം ദേവസ്യ സവിദുഃ ദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിത. നാന്യം പതിം വൃണേ വീര തം ഋതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയഃ. കാളിന്ദീതി സമാഖ്യാതാ വസാമി യമുനാജലേ
നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുതദർശനം തദാവതദ്ഗുഡാകേശോ വാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമത് യതൈവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമാദ്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഖാണ്ഡവം ദാതും അർജുനസ്യാസസാരഥിഃ സോഗ്നിസ്തുഷ്ടോദനുരദാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യമസ്ത്രിഭിഃ മയശ്ച മോചിതോ വന്നേഃ സഭാം സഖ്യൗപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥലദൃശിഭ്രമഃ സ തേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിതഃ ആയയൗ ദ്വാരകാം ഭൂയഃ സാത്യകി പ്രമുഖൈർവൃതഃ അഥോപയമേ കാളിന്ദീം സുപുണ്യഋതു വൃക്ഷഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ വിന്ദാനോ വിന്ദൗ ആവന്ദ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം ന്യഷേദതാം രാജാദിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസുഃ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നഗ്നചിന്നാമ കൗസല്യ ആസീദ് രാജ അതിധാർമ്മികഃ തസ്യ സത്യാഭവത് കന്യാദേവീ നഗ്നചിതീ നൃപ നതാം ശേകുർനൃപാവോഢും അജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർദർശാൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജിത് ലഭ്യാം ഭഗവാൻ സത്വതാം പതിഃ ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃതഃ സ കോസലപതിഃ പ്രീതഃ പ്രത്യുത്ഥാനാസനാദിഭിഃ അർഹണേനാപി ഗുരുണാ പൂജയൻ പ്രതിനന്ദിതഃ വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോമലാഃ കരോതു സത്യായതി മേ ധൃതോ വ്രതൈഃ യത്പാദപങ്കജരജഃ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജഃ സഗിരിശഃ സഹ ലോകപാലൈഃ ലീലാതനു സുഹൃതസേതുപരീപ്സയേഷഃ കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത് അർച്ചിതം പുനരിത്യാഹ നാരായണ ച കൽപ്പത്തെ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപകഃ ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹഃ മേഘഗംഭീരയാ വാച സസ്മിതം കുരു നന്ദന ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർനിജധർമ്മവർത്തിനഃ തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരൈഹ്യപ്സിതഃ ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസതി അനപായിനി കിം തസ്മാഭികൃത പൂർവം സമയഃ സത്വദർശഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ സപ്തൈതേ ഗോവൃഷാ വീരാ ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാഃ സുബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ യതിമേ നിഗൃഹീതാ സ്യുഃ ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയഃ പതേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തധാ കൃത്വാ നിഗൃഹ്ണാ ലീലയൈവ താൻ ബദ്ധ്വാ താൻ ദാമഭിശൗരിഃ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ തതഃ പ്രീതഃ സുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ
രാജപത്ന്യശ്ച ദുഹിതുഃ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവഃ ശംഖഭേര്യാനകാനേതുഃ ഗീതവാദ്യദ്വിജാശിഷഃ നരാ നാര്യഃ പ്രമുദിതാഃ സുവാസസ്രകലങ്കൃതാഃ ദശധേനുസഹസ്രാണി പാരിബർഹമഗാദ് വിഭുഃ യുവതീനാം ത്രിസഹസ്രം നിഷ്കഗ്രീവസുവാസസാം നവനാഗസഹസ്രാണി നാഗാത് ശതഗുണാൻ രഥാൻ രഥാത് ശതഗുണാൻ അശ്വാൻ അശ്വാത് ശതഗുണാൻ നരാൻ ദമ്പതീരഥമാരോപ്യ മഹത്യാ സേനയാ വൃതൗ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോസലഃ ശ്രുത്വൈതത് രുരുധുർഭൂപാഃ നയന്തം പതികന്യകാം ഭഗ്നവീര്യാഃ സുദുർമർഷാഃ യദുഭിർഗോവൃഷൈഃ പുരാ താനസ്യ തശരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുനഃ ഗാണ്ഡീവീ കാലയാമാസ സിംഹഃ ക്ഷുദ്രമൃഗാനിവ പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രമേ യദൂനാം ഋഷഭോ ഭഗവാൻ ദേവകീസുതഃ ശ്രുതകീർത്തേഃ സുതാം ഭദ്രാം ഉപയേമേ പിതൃശ്വസുഃ കൈകേയീം പ്രാതിഭിർദത്താം കൃഷ്ണഃ സന്ദർദനാദിഭിഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സുതാം ച മദ്രാധിപതേഃ ലക്ഷ്മണാം ലക്ഷണൈര്യുതാം സ്വയംവരേ ജഹാരൈകഃ സ സുപർണഃ സുധാമിവ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അന്യാശ്ചൈവം വിദാ ഭാര്യാഃ കൃഷ്ണസ്യാസൻ സഹസ്രശഃ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരുദർശനാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഇന്നലെ നമ്മൾ കാളിന്തി വിവാഹം കണ്ടു. ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന കാലത്ത് ഭഗവാൻ അർജുനനുമായിട്ട് നായാട്ടിന് പോയതും അത് കഴിഞ്ഞ് ക്ഷീണിതരായി യമുനാതീരത്ത് വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് വന്നതായിട്ടുള്ള സമയത്ത് അവിടെ വെച്ച് ഒരു കന്യകയെ കണ്ടതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ആ കന്യകയോട് ചെന്ന് നീ ആരാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ ആരുടേതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നിന്നെ കണ്ടിട്ട് ആരെയോ ഭർത്താവിനെ തെരയുന്ന പോലെയുണ്ട്, നീ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന കന്യകയാണെന്ന് മനസ്സിലാക്കുന്നു, എല്ലാം പറയൂ എന്ന് പറഞ്ഞതായിട്ട് സമയത്ത് കാളിന്തി എന്നുള്ള ദേവി പറഞ്ഞു, ഞാൻ സവിതാവ് എന്ന ദേവന്റെ പുത്രിയാണ്, ഭർത്താവിനെ അന്വേഷിക്കുക തന്നെയാണ്. ഞാൻ ഭർത്താവായി വരിച്ചിരിക്കുന്നത് വരേണ്യനും ഭരതനുമായിട്ടുള്ള വിഷ്ണുവാണ്, അതിനുവേണ്ടി ഞാൻ തപസ്സനുഷ്ഠിക്കുകയാണ്. വേറൊരാളെ ഞാൻ ഭർത്താവായി ആഗ്രഹിക്കുന്നില്ല, അവനല്ലാതെ, ആ ശ്രീനിവാസനല്ലാതെ. ആ ഭഗവാൻ, അനാഥ സംശ്രയനായ ഭഗവാൻ എന്നിൽ പ്രസാദിച്ച് എന്നെ സ്വീകരിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ പേര് കാളിന്തിയാണ്. ഞാൻ യമുനാജലത്തിൽ അച്ഛനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള വസതിയിൽ അച്യുത ദർശന പര്യന്തം വസിക്കുകയാണ്.
ആ സമയത്ത് ഭഗവാൻ അർജുനനോട് പറഞ്ഞു അവളെ രഥത്തിൽ കയറ്റിക്കൊള്ളാൻ. അങ്ങനെ രഥത്തിൽ കയറ്റിക്കൊണ്ട് യുധിഷ്ഠിരനോട് ചെന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണനോട് ദ്വാരകയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ കാളിന്തിയെ ദ്വാരകയിൽ കൊണ്ടുപോയി വിധിപ്രകാരം നല്ല മുഹൂർത്തത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹം ചെയ്തു എന്നുള്ള കഥ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അപ്പോൾ ഭഗവാൻ സാക്ഷാൽ വിഷ്ണു തന്നെയാണ് ഈ കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത് എന്നുള്ള ആ തത്വത്തെ അവിടെ യുധിഷ്ഠിരന് അറിയാം. കാളിന്തിയും മനസ്സിലാക്കി. മറ്റു പലരും ഈ കഥ കേട്ടവരെല്ലാം മനസ്സിലാക്കി, അർജുനൻ ഒഴികെ. അല്ലേ? അർജുനന് മാത്രം നല്ലോണം അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. പിന്നീടാണ് അർജുനൻ പോലും ഭഗവാൻ ആരെന്ന് ഗ്രഹിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കഥ കഴിഞ്ഞത്. അതിനുശേഷം ഭഗവാൻ തൻ്റെ അച്ഛൻ പെങ്ങളായ രാജാതിദേവിയുടെ അവന്തി രാജകുമാരിയായ മകളെ മിത്രവിന്ദയെ മറ്റുള്ളവരെയൊക്കെ ജയിച്ചുകൊണ്ട് ബലാത്കാരേണ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് 31 ശ്ലോകം വരെയുള്ള അർത്ഥം നമ്മൾ ഇന്നലെ വിശദമായി കണ്ടു. നമ്മളിന്ന് 32 ശ്ലോകം മുതൽക്കാണ് കാണുന്നത്. നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ മകളായ സത്യ അഥവാ നാഗ്നജിതി അല്ലെങ്കിൽ കൗസല്യ, അവളെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മുപ്പത്തിരണ്ടാം ശ്ലോകം മുതൽക്ക്. നഗ്നജിത് നാമ കൗസല്യ ആസീത് രാജാ അതിധാർമികഃ തസ്യ സത്യാ ഭവത്കന്യാ ദേവി നാഗ്നജിതി നൃപ. നഗ്നജിത് നാമ കൗസല്യഃ ആസീത് രാജാധിധാർമികഃ തസ്യ സത്യാ ഭവത്കന്യാ ദേവി നാഗ്നജിതി നൃപ. അപ്പൊ നഗ്നജിത് നാമ കൗസല്യഃ രാജ അതിധാർമികഃ ആസീത്. ആസീത് ഉണ്ടായിരുന്നു. ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പഴയ കഥ പറയുകയാണ്. ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രാജാവുണ്ടായിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ പേര്? നഗ്നജിത് ഇതി നാമ. നഗ്നജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം. കൗസല്യ എന്ന അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. കോസല രാജാവായതുകൊണ്ട് അദ്ദേഹത്തെ കൗസല്യ എന്ന് പുല്ലിംഗത്തിൽ പറയുന്നു. അവിടുത്തെ സ്ത്രീകളെല്ലാം കൗസല്യ എന്ന് ദീർഘത്തിൽ പറയും. ആകാരാന്ത സ്ത്രീലിംഗം പ്രയോഗിച്ചാൽ അവിടുത്തെ രാജകുമാരിമാരാണ് എന്നർത്ഥം. കൗസല്യ. കൗസല്യ എന്ന് ഹ്രസ്വത്തിൽ പുല്ലിംഗം പറഞ്ഞാൽ, വിസർഗത്തോടുകൂടി പറഞ്ഞാൽ അത് അവിടുത്തെ രാജാക്കന്മാരാണ് എന്നർത്ഥം. അപ്പോൾ നഗ്നജിത്ത് എന്ന പേരുള്ള കോസല രാജാവ്, അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു. അതിധാർമ്മിക, അത്യന്തം ധർമ്മനിഷ്ഠയുള്ളവനാണ് എന്നർത്ഥം. അപ്പോൾ നല്ല ഈശ്വര നിയമങ്ങളെല്ലാം പരിപാലിച്ചുകൊണ്ട്, രാജധർമ്മമെല്ലാം പരിപാലിച്ചുകൊണ്ട് ഭക്തനായിക്കൊണ്ടുള്ള ഒരു മഹാത്മാവാണ് അതിധാർമ്മികനായിട്ടുള്ള കൗസല്യൻ എന്ന നഗ്നജിത്ത് എന്ന പേരുള്ള രാജാവ്. തസ്യ സത്യാ അഭവത് കന്യാ ദേവി നാഗ്നജിതി നൃപ. അല്ലയോ പരീക്ഷത്ത് രാജാവേ, തസ്യ അദ്ദേഹത്തിന്, ആ കോസല രാജാവിന് സത്യ എന്ന പേരുള്ള കന്യാ അഭവത്, കന്യ ഭവിച്ചിരുന്നു. അവൾ നാഗ്നജിതി എന്നും അറിയപ്പെട്ടിരുന്നു. നഗ്നജിത്തിന്റെ മകളായതുകൊണ്ട് നാഗ്നജിതി എന്നും ആ ദേവി അറിയപ്പെട്ടിരുന്നു എന്നർത്ഥം. ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശോഭയുള്ളവൾ, അലൗകികമായ കാന്തിയുള്ളവൾ, ദേവന്മാരെ പോലെ ശോഭിക്കുന്നവൾ എന്നർത്ഥമാണ്. അപ്പോൾ നാഗ്നജിതി എന്നും
സത്യ എന്നും അറിയപ്പെടുന്നവൾ. കോസല രാജാവിന്റെ മകളായതുകൊണ്ട് കൗസല്യ എന്നും പറയാം. തുടർന്ന് നതാം ശേകുർനൃപാവോഢും അജിത്വാ സപ്തകോ വൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. നതാം ശേകുർനൃപാവോഢും അജിത്വാ സപ്തകോ വൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. അപ്പോ ന താം ശേകുഹു നൃപാവോടും, നൃപാഹ താം ഓടും ന ശേകുഹു. നൃപാഹ രാജാക്കന്മാർ, മറ്റു രാജാക്കന്മാരൊക്കെ അവളെ വിവാഹം കഴിക്കാനായി വന്നു, അവളെ മോഹിച്ചു കൊണ്ടുവന്നു. ദേവിയാണല്ലോ, സുന്ദരിയാണല്ലോ. അപ്പൊ താം ഓടും, അവളെ വഹിക്കുവാൻ എന്നർത്ഥം. ഓടും എന്ന് പറഞ്ഞാൽ വഹിക്കുവാൻ. ബഹ് എന്നുള്ള ധാതുവിന്റെ തൂന്നന്തം എന്ന പ്രത്യയം. അപ്പോ അവളെ വഹിക്കുവാൻ എന്ന് പറഞ്ഞാലോ വിവാഹം ചെയ്യുവാൻ, വിശേഷേണ വഹിക്കുവാനായിക്കൊണ്ട് നൃപന്മാർ, രാജാക്കന്മാർ പലരും വന്നു. പക്ഷേ അവര് നശേകുഹു എന്ന് പറഞ്ഞാൽ ന ശക്താഹ അഭവന് എന്നർത്ഥം. അവർ ശക്തരായില്ല. ന ശശാക എന്ന് പറഞ്ഞാൽ ഏകവചനം, ശശാക. ശേകദുഹു ദ്വിവചനം, ശേകുഹു ബഹുവചനം. അനേകം പേര് വന്നു, ആരും ശക്തരായില്ല, ആർക്കും ശക്തി ഉണ്ടായില്ല. എന്താ കാരണം? എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ ശക്തി ഉണ്ടായില്ല? അവരൊക്കെ ഗംഭീരന്മാരായ രാജാക്കന്മാരല്ലേ. പക്ഷേ അവിടെ ഒരു മത്സരം ഉണ്ട്. ആ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് അവർ ആ മത്സരത്തിൽ ജയിച്ചില്ല. അതാണ് അജിത്വാ സപ്ത ഗോവൃഷാൻ. സപ്ത 7 ഗോവൃഷങ്ങൾ. ഗോവൃഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കൂറ്റൻ കാളകൾ. അതിനെ അജിത്വ എന്ന് പറഞ്ഞാൽ നജിത്വ, ജയിക്കാതെ. അപ്പോ 7 കാളകളെ ജയിക്കാത്തത് കൊണ്ട് അവർ ശക്തരായില്ല എന്ന് താല്പര്യം. ആ ഗോവൃഷങ്ങള് കീദൃശാൻ, എങ്ങനെയുള്ളവയാണ് ആ ഗോവൃഷങ്ങള്? തീക്ഷ്ണശൃംഗാൻ, നല്ല മൂർച്ചയേറിയ വലിയ കൊമ്പുകളുള്ളവയാണ്. നല്ല കൊമ്പൻ കാളകളാണ്, മൊണ്ണക്കാളകളല്ല എന്നർത്ഥം. മൂർച്ചയേറിയ കൊമ്പുകളുള്ള കാളകളാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് അല്ലേ, കാണേണ്ടതാണ്. അതിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടുള്ള കാളകള് അതിഗംഭീരന്മാരായിട്ടുള്ള കൂറ്റൻ കാളകളാണ്. അവിടെ തമിഴ്നാട്ടിലെ കാങ്കയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ കാളകളാണ് ഈ കൂറ്റൻ കാളകൾ കൂടുതലും. കാങ്കയം കാള എന്ന് പറഞ്ഞാൽ നല്ല കാലുയരവും നല്ല കൊമ്പ് വലുപ്പവും മൂർച്ചയുമുള്ള വലിയ പൂഞ്ഞയും ഒക്കെ ഉള്ളതായിട്ട് നല്ല ശക്തന്മാരായിട്ടുള്ള കാളകളാണ്. ഓരോ കാളകൾക്കും ലക്ഷക്കണക്കിന് വില പിടിക്കും. ആ രീതിയിലാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ആനയുടെ വിലയൊക്കെയാണ് ഒരു കാളയ്ക്ക്. അത്ര നന്നായി ശുശ്രൂഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. അവരുടെ ഒരു എന്താ പറയുക വിനോദം, അവരുടെ വീര്യം പ്രകടിപ്പിക്കാൻ തമിഴന്മാർ അവരുടെ എന്താ പറയുക പൗരുഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്രയോ കാലങ്ങളായി, പ്രാചീന കാലം മുതൽക്ക് ഉള്ളതാണ്. എന്തിനു പറയുന്നു, ഭഗവാന്റെ കാലത്തുള്ളതായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ ഈ കാളകളെ അല്ലെങ്കിൽ കൊല്ലാൻ കൊടുക്കും. കാളകളെ കൊല്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാളകളെയും കൊല്ലാൻ കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ വംശം മുടിഞ്ഞു പോകും, വംശാഭിവൃദ്ധി ഉണ്ടാവില്ല. കാലക്രമേണ അങ്ങനൊരു കാളകളുണ്ടായിരുന്നു, അങ്ങനൊരു പശുവർഗമേ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പശുവർഗങ്ങൾ കുറ്റിയേറ്റ് പോകാതിരിക്കാൻ കൂടിയിട്ടാണ് ഈ കാളകളെ പരിപാലിക്കാൻ വേണ്ടിയാണ് കാളകളെ ഈ ഒരു വിനോദത്തിൽ ഉപയോഗിക്കുന്ന, ഒരു കാർഷിക വിനോദമായിട്ട്. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതിനിപ്പോൾ അംഗീകാരമുണ്ട്. ഇടയ്ക്ക് കോടതി എന്തൊക്കെയോ കുണ്ടാമണ്ടിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ എതിരായിട്ട് കുറേ ആൾക്കാർ, ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട്. ഈ ആക്ടിവിസ്റ്റുകൾക്ക് ആകെയുള്ള പ്രശ്നം ഈ ജല്ലിക്കെട്ടും കേരളത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതും ഉത്സവങ്ങൾക്ക് പടക്കം പൊട്ടിക്കുന്നതും ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഉള്ളൂ. അല്ലാതെ ദിവസവും കൂട്ടം കൂട്ടമായി പശുക്കളെ കൊല്ലുന്നതോ അതൊന്നും ആക്ടിവിസ്റ്റുകൾക്ക് പ്രശ്നമേ അല്ല.
അതിനൊന്നും എതിരായിട്ട് അവർക്ക് ഒരു ആക്ടിവിറ്റി ഇല്ല അല്ലേ. പെരുന്നാളുകൾ വരുമ്പോൾ ആടുകളെയും പശുക്കളെയും പോത്തുകളെയും കൊന്നെടുക്കുന്നതിനൊന്നും ഒരു ആക്ടിവിസ്റ്റും മിണ്ടില്ല. അവരുടെ വായിൽ പഴം തിരികിയിരിക്കണേ, തിരികേണ്ടവർ വേണ്ട പോലെ തിരികെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള പല എന്താ പറയുക ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഇവിടെയുള്ള ആ കൃഷി എന്നുള്ള വൃത്തിയെ, ആ പശു വളർത്തലിനെ, ആ വംശത്തെ എല്ലാം നശിപ്പിക്കാനുള്ള ആക്ടിവിറ്റികളാണ്. അപ്പോൾ എന്തായാലും ജല്ലിക്കെട്ട് എന്നുള്ളത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപകടം പിടിച്ച കളിയാണ് എങ്കിലും അതിനൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയ പിള്ളേരാണ് അതെല്ലാം ചെയ്യുന്നത്. പരിക്കേൽക്കാം, മരണം സംഭവിക്കാതെ അവർ നോക്കും. പരിക്കേൽക്കുന്നത് അവർക്കൊരു വീരമായിട്ടാണ് അവർ കാണുന്നത്. അത് വളണ്ടറിലിയാണ്, ആരും പിടിച്ച് തള്ളിയിട്ടല്ല. ആരും കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ബലാത്കാരേണ മുറിച്ചു കളയുന്ന പരിപാടിയൊന്നുമല്ല. അല്ലേ? മറ്റു ചില മതത്തിലൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അംഗവൈകല്യം വരുത്തുന്ന പരിപാടിയുണ്ട്. അതൊക്കെയാണ് ആക്ടിവിസ്റ്റുകൾ ഏറ്റെടുക്കേണ്ടത്. എന്തോട്ടെ, ഈ ലോകം ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പം എന്തായാലും ആ ഗോവൃഷങ്ങൾ എങ്ങനെയുള്ളത്? തീക്ഷ്ണ ശൃംഗാൻ, നല്ല മൂർച്ചയേറിയ കൊമ്പുകളുള്ളതും, സുദുർദർശാൻ. സുദുർദർശാൻ എന്ന് പറഞ്ഞാൽ ദർശിക്കുവാൻ ദുഃഖമേറിയത്, അത് സുഷ്ടുവായിട്ട് ദുഃഖമേറിയത്. ദർശിക്കുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക എന്നാണ്. അപ്പോൾ കീഴ്പ്പെടുത്തുവാനായിക്കൊണ്ട് സാധിക്കാത്തത്, വളരെ ക്ലേശമുള്ളത് എന്നർത്ഥം. സുദുർദർശാൻ വീരഗന്ധ അസഹാൻ, വീരന്മാരായ പുരുഷന്മാരുടെ ഗന്ധത്തെ സഹിക്കാത്തവരാണ് ഈ കാളകൾ. അപ്പോൾ വീരന്മാരുടെ വേർപ്പ് ഗന്ധം അത് കാണുമ്പോൾ അവർ കൂടുതൽ വിരളി പിടിച്ച് കുതിക്കും. അപ്പോൾ വീരന്മാരുടെ ഗന്ധത്തെ സഹിക്കാത്തവർ, അതാണ് വീരഗന്ധ അസഹാൻ. ഖലാൻ, നല്ലോണം എന്താ പറയുക, ദുഷ്ടസ്വഭാവം വളർത്തിയിട്ടുണ്ട് അതിന്. അത് ശാന്തന്മാരായി വളർത്തപ്പെട്ടതല്ല. അല്ലേ? നമ്മൾ കാളകളെ എങ്ങനെ പരിപാലിക്കുന്നു, വളർത്തുന്നു, അതുപോലെയാണ് പല കാളകളും സോഫ്റ്റായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ചിലത് വളരെയധികം ഭയങ്കര സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഖല എന്ന് പറഞ്ഞു. ദുഷിച്ച സ്വഭാവം, ആരെ കണ്ടാലും കുത്തി മറിച്ചിടുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. അപ്പം അങ്ങനെയുള്ള ദുഷ്ടസ്വഭാവമുള്ളതും ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്തതും വീരന്മാരുടെ ഗന്ധം സഹിക്കാത്തതും നല്ല മൂർച്ചയേറിയ കൊമ്പുകളുള്ളതുമായിട്ടുള്ള 7 കൂറ്റൻ കാളകൾ, അവയെ ജയിച്ച് വേണം ഈ നഗ്നജിതിയെ വിവാഹം കഴിക്കാൻ. അത് സാധിക്കാത്തത് കൊണ്ട്, അതിന് ശക്തിയില്ലാത്തത് കൊണ്ട് രാജാക്കന്മാരെല്ലാം പരാജിതരായി പോയി. എല്ലാവരും പരിക്കേറ്റും അല്ലേ, അംഗവൈകല്യം വന്നൊക്കെ ആയിട്ട് പലരും തിരിച്ചുപോയി. ആർക്കും വിജയിക്കാനായില്ല. അത് കേട്ടിട്ട് തം ശ്രുത്വാ വൃഷജിത് ലഭ്യാം ഭഗവാൻ സാത്വതാംപതിഃ ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃതഃ. താം ശ്രുത്വാ വൃഷജിത് ലഭ്യാം ഭഗവാൻ സാത്വതാംപതിഃ ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃതഃ. അപ്പോൾ ഈ രാജാവ്, നഗ്നജിത്ത് രാജാവ്, ഈ മത്സരം വെച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത്രയും ഒരു ധർമ്മനിഷ്ഠനാണ് അദ്ദേഹം. ഭഗവാനെ മരുമകനായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഈ ദേവിയും കൗസല്യയും അപ്രകാരം തന്നെ കൃഷ്ണനെ വേണം ഭരിക്കാനെന്ന് കരുതുന്നവളാണ്. അപ്പോൾ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു ന്യായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മത്സരം വെച്ചിരിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ ചെവിയിലും എത്തി ഈ വിവരം. അതാണ് താം ശ്രുത്വാ വൃഷജിത് ലഭ്യാം ഭഗവാൻ സാത്വതാം പതി. സാത്വതാം പതി, ഭക്താനാം പതി.
ഭക്തന്മാരുടെ പരിപാലകനായ ഭഗവാൻ ഈ രാജാവ് ഭക്തനാണ്, ഇവൾ സത്യ എന്ന കന്യക ഭക്തയാണ്. അപ്പൊ അവളെ പരിപാലിക്കേണ്ടതല്ലേ? ഉടനെ അദ്ദേഹം ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് കേട്ടു. താം ശ്രുത്വ, അവളെ കുറിച്ച് കേട്ടു. എങ്ങനെയുള്ളവളായിട്ട്? വൃഷജിത് ലഭ്യാം. വൃഷജിത്ത് എന്ന് പറഞ്ഞാൽ വൃഷങ്ങളെ ജയിക്കുന്നവൻ. വൃഷങ്ങളെന്നാൽ കാളകൾ, വൃഷഭങ്ങൾ. കാളകളെ ജയിക്കുന്നവന് ലഭ്യയാണ് ഇവൾ എന്നാണ് കണ്ടീഷൻ. വൃഷജിദ്ഭിഹി ലഭ്യ, വൃഷജിത്തുക്കളാൽ അല്ലെങ്കിൽ കാളകളെ ജയിക്കുന്നവന് ലഭിക്കുന്നവളാണിവൾ എന്നുള്ള അർത്ഥത്തില് വൃഷജിത് ലഭ്യാം താം ശ്രുത്വ, അവളെ കുറിച്ച് കേട്ടിട്ട് സത്വദാമ്പതിയായ ഭഗവാൻ എന്ത് ചെയ്തു? മഹതാ സൈന്യേന ആവൃത കൗസല്യപുരം ജഗാമ. മഹതാ സൈന്യേന ആവൃത, ഒരു വലിയ സൈന്യത്തോട് കൂടിയവനായിട്ട്. ദേശാന്തരം പോകുമ്പോൾ ഭഗവാനെ തനിയെ വിടില്ല ഉഗ്രസേന രാജാവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ള വലിയൊരു സൈന്യം, സാത്വികി മുതലായവരൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. അവരോട് കൂടിയിട്ട് മഹതാ സൈന്യേന ആവൃത കൗസല്യപുരം ജഗാമ, ആ കൗസല്യ രാജാവിന്റെ പുരത്തിലേക്ക് ഗമിച്ചു, കോസല ദേശത്തേക്ക് ഗമിച്ചു ഭഗവാൻ എന്നർത്ഥം. ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ട് എഴുന്നള്ളി. ഭഗവാനെ നമ്മൾ അങ്ങോട്ട് ഭജിച്ചാൽ ഭഗവാൻ ഇങ്ങോട്ട് അതിവേഗം അനുഗ്രഹിക്കാനായി എത്തിച്ചേരും എന്ന് കാണിക്കുകയാണ്. എത്രയോ വിദൂരത്താണ് ഈ കോസല ദേശം, അല്ലേ? ദ്വാരകയിൽ നിന്ന് അയോധ്യയിലേക്ക് നല്ല ദൂരമുണ്ട്. പക്ഷെ ഭഗവാൻ വിളി കേട്ടു. അങ്ങനെ വിളി കേട്ട ഭഗവാൻ അവിടേക്ക് പോവുകയാണ്. സകോസലപതി പ്രീതഃ പ്രത്യുത്ഥാന ആസനാദിഭിഃ അർഹണേനാപി ഗുരുണാ പൂജയൻ പ്രതിനന്ദിതഃ. സകോസലപതി പ്രീതഃ പ്രത്യുത്ഥാനാസനാദിഭിഃ അർഹണേനാപി ഗുരുണാ പൂജയൻ പ്രതിനന്ദിതഃ. ഭഗവാൻ അവിടെ എത്തി എന്നറിഞ്ഞപ്പോൾ സഹ കോസലപതി പ്രീതഃ, ആ കോസലപതിയായ രാജാവ് നഗ്നജിത്ത് അത്യന്തം സന്തുഷ്ടനായി, പ്രീതനായി, പ്രേമപൂർവം സന്തോഷപൂർവം. പ്രത്യുത്ഥാന ആസനാദിഭിഹി, പ്രത്യുത്ഥാനം നേരിട്ട് എഴുന്നേറ്റ് എതിരേറ്റ് ചെല്ലുക, ആസനം ഇരിക്കാനുള്ള ആസനാദികൾ കൊടുത്ത് സൽക്കരിക്കുക. അപ്പൊ എങ്ങനെയൊക്കെയാണോ ഒരു വിശിഷ്ടാതിഥിയെ സൽക്കരിക്കേണ്ടത് ആ രീതിയിൽ എതിരേറ്റ് ചെന്ന് ആസനാദികൾ നൽകി. അർഹണേനാപി ഗുരുണ, ഗുരുണ അർഹണേന, ഗുരുണ അർഹണേന ഗൗരവമേറിയ പൂജകൾ കൊണ്ട് എന്നർത്ഥം. ലാഘവ ബുദ്ധിയാലല്ല, ഗൗരവ ബുദ്ധിയോടുകൂടി മഹാനാണെന്നുള്ള ഭഗവാന്റെ പ്രഭാവം അറിഞ്ഞുകൊണ്ട്, സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നറിഞ്ഞുകൊണ്ട് ഗുരുണ അർഹണേന ഗൗരവമേറിയ പൂജകളെ കൊണ്ട് പൂജയൻ പൂജിച്ച് പ്രതിനന്ദിത തിരിച്ചും അഭിനന്ദിത ഭഗവാനാലും ബഹുമാനിക്കപ്പെട്ടവനായി എന്നർത്ഥം. ഭഗവാൻ തിരിച്ചും അല്ലെ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. നമ്മൾ ആദ്യം അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കണം ആർക്കും, നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടണമെങ്കിൽ. അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇങ്ങോട്ട് കിട്ടുക. അപ്പൊ എന്തായാലും രാജാവ് ഭഗവാനെ നന്നായി പൂജിച്ചു അഥവാ സൽക്കരിച്ചു. ഭഗവാൻ അദ്ദേഹത്തെയും വേണ്ട പോലെ പ്രതിനന്ദിച്ചു അഥവാ അഭിനന്ദിച്ചു. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോ മലാഃ കരോതു സത്യായതി മേ ധൃതോ വ്രതൈഃ. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോ മലാഃ കരോതു സത്യായതി മേ ധൃതോ വ്രതൈഃ. വരം വിലോക്യ അഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം. ഇപ്പൊ നരേന്ദ്രകന്യ രാജകുമാരി, ചകമേ, ചകമേ എന്ന് പറഞ്ഞാൽ
കാമിച്ചു, ആഗ്രഹിച്ചു എന്നർത്ഥം. കാമ എന്നുള്ള ധാതുവിന്റെ ലിട്ട് രൂപമാണ് ചകമേ. അവൾ കാമിച്ചു. ആരെ കാമിച്ചു? രമാപതിം. ആ രമാപതിയായ ലക്ഷ്മീപതിയായ ഭഗവാനെ എപ്പോൾ കാമിച്ചു? സമാഗതം, തൻ്റെ മുമ്പിലേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് സമാഗമിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവനാണ് ഈ വരൻ? അഭിമതം, എല്ലാവർക്കും ആഗ്രഹം ജനിപ്പിക്കുന്ന, സമ്മതം ആയിരിക്കുന്നവൻ, എല്ലാവരാലും സമ്മതനായിരിക്കുന്ന ആ രമാപതി സമാഗതനായി ആ വരം വിലോക്യ, വരനായി കണ്ടിട്ട്, ശ്രേഷ്ഠനായ ഭഗവാനെ കണ്ടിട്ട്, നീ തന്നെ വരിക്കാൻ തന്നെയാണെന്ന് ചിന്തിച്ചിട്ട് ആ നരേന്ദ്രകന്യ അദ്ദേഹത്തെ കാമിച്ചു. അയം മേ പതിഹി ഭൂയാത്. എന്താ കാമിച്ചത്? അയം മേ പതിഹി ഭൂയാത്. ഇദ്ദേഹം എന്റെ പതിയായി ഭവിക്കട്ടെ, ഇദ്ദേഹം എന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ആ കന്യക ആഗ്രഹിച്ചു. വ്രതൈഹി മേ ഹൃദി ധൃതഹായതി. ഇദ്ദേഹത്തെ ഞാൻ വ്രതങ്ങളെ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരനെ, ഭഗവാനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വ്രതങ്ങളെ കൊണ്ട് ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ധരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈശ്വരനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, അമലാഹ ആശിഷഃ സത്യാഹ കരോതു. എൻ്റെ അമലങ്ങളായ ആശിസ്സുകളെ, അമലങ്ങൾ ശുദ്ധങ്ങൾ, ആർക്കും ദ്രോഹമില്ലാത്ത നിർദോഷങ്ങളായ എൻ്റെ ആഗ്രഹങ്ങളെ, ആശിസഹ സത്യാഹ കരോതു, ഇദ്ദേഹം സത്യങ്ങളാക്കി ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നതാരാണ്? സത്യ. എന്താ പ്രാർത്ഥിക്കുന്നത്? സത്യാഹ കരോതു, എൻ്റെ ആശിസ്സുകളെല്ലാം സത്യങ്ങളാക്കി ചെയ്യട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലങ്ങളായി ഭവിക്കട്ടെ, സത്യങ്ങളായി ഭവിക്കട്ടെ. ഭഗവാൻ എന്നെ വരിക്കട്ടെ, ഇദ്ദേഹം എൻ്റെ പതിയായി ഭവിക്കട്ടെ എന്ന് ആ രമാപതിയായ ഭഗവാനെ കണ്ടപ്പോൾ ആ നരേന്ദ്രകന്യ ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈശ്വരനെ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം തന്നെ എൻ്റെ പതിയായിട്ട് വരട്ടെ എന്ന്. അപ്പോൾ താൻ ഇദ്ദേഹത്തെ തന്നെയാണ് മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നത് എന്ന് താല്പര്യം. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോ മലാഹ കരോതു സത്യാഹ യതി മേ ധൃതോ വ്രതൈഃ യത്പാദപങ്കജരജഃശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹലോകപാലൈഃ ലീലാതനോ സുഹൃതസേതു പരീപ്സയേഷഃ കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത് യത്പാദപങ്കജരജഃശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹലോകപാലൈഃ ലീലാതനോഃ സുഹൃതസേതു പരീപ്സയേഷഃ കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത്. ഭഗവാന്റെ മാഹാത്മ്യം എടുത്തു പറയണു ആ ദേവി പ്രാർത്ഥനയിൽ. എന്താ പറയുന്നത്? ലോകപാലൈഃ സഹ സഗിരിശഃ അബ്ജജഃ ശ്രീഃ യത്പാദപങ്കജരജഃ ശിരസാ ബിഭർത്തി. യത്പാദപങ്കജരജഃ ശിരസാ ബിഭർത്തി. ഏതൊരു ഭഗവാന്റെ പാദകമലത്തിലെ പൊടികളെ, പാദകമലത്തിലെ ധൂളികളെ ശിരസ്സുകൊണ്ട് ധരിക്കുന്നുവോ? ആരാ ധരിക്കുന്നത്? ലോകപാലൈഹി സഹ, ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടി, സ ഗിരിശഃ, ഗിരിശനോടുകൂടെ, ഗിരിശൻ മഹാദേവൻ പരമേശ്വരനോടുകൂടി, അബ്ജജഃ, അബ്ജജൻ എന്നാൽ താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ്, അബ്ജജൻ ബ്രഹ്മ, ശ്രീഹി, ശ്രീഹി മഹാലക്ഷ്മി. അപ്പൊ ശ്രീഹി അബ്ജജഃ സഗിരിശഃ സഹ ലോകപാലൈഃ യത്പാദപങ്കജരജഃ ശിരസാ ബിഭർത്തി. ഏതൊരുവന്റെ പാദകമലങ്ങളിലെ ധൂളികളെ ശിരസാ ധരിക്കുന്നുവോ ഇവരെല്ലാം, ലക്ഷ്മീദേവിയും ബ്രഹ്മദേവനും മഹാദേവനും ലോകപാലന്മാരായ ദേവന്മാരെല്ലാവരും
ഏതൊരു ഭഗവാന്റെ പാദങ്ങളിൽ വീണ് വീണ് നമസ്കരിച്ച ഭഗവാന്റെ പാദധൂളികളെ ശിരസിൽ ധരിക്കുന്നുവോ സ്വകൃത സേതുപരീപ്സയാ കാലേ ലീലാതനൂഹു. ഭഗവാൻ എന്ത് ചെയ്യുന്നവനാണ്? സ്വകൃത സേതുപരീപ്സയാ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അല്ലേ? അപ്പൊ അതാണ് ധർമ്മസംസ്ഥാപനാർത്ഥായ. അതാണ് ഇവിടെ സ്വകൃത സേതു പരീപ്സയാ. സ്വകൃതം തന്നാൽ നിശ്ചയിക്കപ്പെട്ട, സേതു എന്ന് പറഞ്ഞാൽ മര്യാദകൾ, ധർമ്മങ്ങൾ, നിയമങ്ങൾ എന്നൊക്കെ അർത്ഥം. വരമ്പുകൾ, അണക്കെട്ടുകൾ. ഈ ലോകത്തെ നിലനിർത്താനാണ്. എങ്ങനെയാണോ ജലാശയങ്ങളിൽ ജലം നിലനിർത്താൻ അണ കെട്ടുന്നത്, എങ്ങനെയാണോ പാടശേഖരങ്ങളിൽ വെള്ളത്തെ നിർത്താൻ വരമ്പുകൾ കെട്ടുന്നത്, അതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിലനിർത്താനായിക്കൊണ്ട് സേതു, വരമ്പുകൾ, അതിർത്തികൾ, മര്യാദകൾ നിയമിച്ചിട്ടുണ്ട്. ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട സേതുക്കൾ. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കണം. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരമ്പിട്ടിട്ടുണ്ട്, ഈ വരമ്പിനെ നിങ്ങൾ അതിക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ നിയമങ്ങൾ തന്നിട്ടുണ്ട്, വർണ്ണാശ്രമധർമ്മ നിയമങ്ങൾ. അപ്പൊ അതാണ് സ്വകൃത സേതു. അതിന്റെ പരീപ്സ പരിരക്ഷിതും ഇച്ഛ, അതിനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഈശനായ ഭഗവാൻ കാലേ എന്ന് പറഞ്ഞാൽ യുഗേ യുഗേ യഥാകാലേ എപ്പോഴാണോ കാലത്തിൽ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ലീലാതനൂഹു, ലീല കൊണ്ട് തനുക്കളെ ധരിക്കുന്നവൻ, അവതാരമൂർത്തികളെ ധരിക്കുന്നവൻ. അതാണ് ലീലാമൂർത്തികളെ ധരിക്കുന്നവൻ. ലീലാതനൂഹു ദദത്, ലീലാതനുക്കളെ ധരിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള സഹ ഈശഃ, ആ ഈശ്വരൻ ഭഗവാൻ മമ കേന തുഷ്യേത്, എന്നോട് എങ്ങനെ അയാൾ സന്തോഷിക്കും? എന്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് ഞാൻ പാത്രീഭവിക്കും? എൻ്റെ ആഗ്രഹങ്ങളെ ഇദ്ദേഹം സാധിച്ചു തരും, എന്നെ ഇദ്ദേഹം തൻ്റെ പത്നിയായി സ്വീകരിക്കും, ഞാൻ എന്താണ് ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അല്ലേ? ഇതാണ് എല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വ്യവഹാരത്തിലൊക്കെ വേണ്ട ചിന്ത, എപ്പോഴും വേണ്ട ചിന്ത, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എന്തിനു വേണ്ടി? മറ്റുള്ളവരുടെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി. അവരുടെ സ്നേഹം, ആദരവ്, പരിഗണന ഇതെല്ലാം എനിക്ക് ലഭിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ചെയ്യേണ്ടത്? അവർക്ക് പ്രീതികരമായത് ചെയ്യണം. നമ്മൾ ആരുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നുവോ അവർക്ക് പ്രീതികരമായത് എന്തെന്ന് വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ എപ്പോഴും അലേർട്ടായി വീക്ഷിക്കണം. നല്ല ഒബ്സർവേഷൻ വേണം പരസ്പര ബന്ധങ്ങളിൽ. അപ്പോഴേ വ്യവഹാരം നന്നാവുള്ളൂ. നമ്മളോട് സംഭാഷണം ചെയ്യുന്ന ആളുകളുടെ വാക്കുകളുടെ അന്തരാർത്ഥം അല്ലെങ്കിൽ വരികളുടെ ഇടയിലുള്ള അർത്ഥം കൂടി വായിച്ചെടുക്കാനുള്ള സാമർഥ്യം ഓരോരുത്തർക്കും ഉണ്ടാവണം. അല്ലാത്ത മന്ദബുദ്ധികളെ കൊണ്ട് ഈ ലോകത്ത് നിറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ലോകത്തിൽ പരസ്പരം എപ്പോഴും കലഹം, എപ്പോഴും മത്സരം, എപ്പോഴും കംപ്ലൈന്റ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഒരു വലിയ കംപ്ലൈന്റ്. മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നില്ല. അതാണ് അതിന്റെ കാരണം. ഇത് ഏറ്റവും വലിയ പ്രശ്നം ആര് തമ്മിലാണ്? ഭാര്യയും ഭർത്താവും തമ്മിലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. അയൽവാസികൾ തമ്മിലല്ല, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലല്ല. ഓരോ ഗൃഹത്തിലും ഏറ്റവും അടുത്ത് സ്നേഹിക്കേണ്ടവർ തമ്മിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ.
ഒന്നാണെന്ന് കരുതേണ്ടവർ പരസ്പരം മത്സരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഒരു വീക്ഷണമില്ലാത്തതുകൊണ്ട്. എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? നോക്കൂ, കേന തുഷ്യേത്. ആ ദേവി സത്യാദേവി രാജകുമാരിയായിരുന്നിട്ടും ഈ ഭഗവാന്റെ ഹൃദയം കീഴടക്കാനായി, അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് പാത്രീഭവിക്കാനായി ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് അദ്ദേഹം പ്രസാദിക്കും? ഈ ചിന്തയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മൾക്കുണ്ടാവണം ആദ്യം, എന്നിട്ട് വേണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലാതെ ഇപ്പോ വിപുലമായിട്ട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ, ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിച്ചാൽ സ്ത്രീക്ക് എന്ത് ലാഭം? ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. അങ്ങനെ അവരെ കൊണ്ട് ലാഭത്തെക്കുറിച്ച് ചിന്തിപ്പിച്ച് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്, നിങ്ങൾ സ്വതന്ത്രരായിരിക്കുക, നിങ്ങൾ സമ്പാദിക്കുക, നിങ്ങൾ തോന്നിയവാസികളായി അടിച്ചു പൊളിച്ചു കഴിയുക, ഇത് പ്രേരിപ്പിക്കുന്ന ഒരു ബുദ്ധിജീവികളെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യരാശി തന്നെ കുറ്റിയേറ്റി പോകും, അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു വർഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ദിനോസാറുകളെ പോലെ ഭാവിയിൽ പഠിക്കാൻ പോലും മനുഷ്യരുണ്ടാവില്ല. പിന്നെ വേറെ വല്ല ജന്തുക്കളും മനുഷ്യരെ പോലെ ബുദ്ധിയുള്ള ഏതെങ്കിലും ജന്തുക്കൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവോ അറിയില്ല. ഇങ്ങനെ ഭൂമിയിൽ മനുഷ്യരാശി എന്നൊരു ഇതുണ്ടായിരുന്നു, ദിനോസാറുകളെ പോലെ ഒക്കെ. ഇതപ്പോൾ നാമാവശേഷമായി. അതുകളുടെ ഫോസിലുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് പഠന വിഷയമാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സമൂഹത്തോടോ മനുഷ്യവർഗത്തോടോ ലോകത്തോടോ ഒരു കമ്മിറ്റ്മെന്റുമില്ലാത്ത, തങ്ങൾ വന്ന വഴി മറക്കുന്ന സ്വാർത്ഥമതികളായ ധൂർത്തരും ദുഷ്ടരുമായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്, ഇന്നത്തെ തലമുറകളെ തെറ്റായ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. എനിക്കെന്ത് ലാഭം? ഞാൻ എന്തിന് കഷ്ടപ്പെടണം? ഞാൻ എന്തിന് ത്യാഗം സഹിക്കണം? ഇങ്ങനെ ചിന്തിച്ച് ഒരു കച്ചവട ബുദ്ധി കുത്തിവെക്കുകയാണ്. അല്ലാതെ സ്നേഹം, ത്യാഗം, പരസ്പര വിശ്വാസം, പരസ്പര സഹകരണം, കൊടുക്കൽ വാങ്ങൽ, ഇതല്ല അവർ അഭ്യസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും വരൂ, പുരുഷന്മാരെയും എഡ്യൂക്കേറ്റ് ചെയ്യണം, പുരുഷന്മാരെയും വളർത്തു ദോഷമുണ്ട്. അച്ഛനമ്മമാർ ആൺകുട്ടികളെ വളർത്തുന്നത് വേണ്ടതുപോലെയല്ല. ആൺകുട്ടികൾക്ക് വേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ആൺകുട്ടികൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാൻ പാടില്ല, അവരുടെ വസ്ത്രം കഴുകാൻ പാടില്ല. ഈ രീതിയിലാണ് അമ്മമാരെ ലാളിച്ച് വളർത്തി ആൺകുട്ടികളെ വീട്ടിലെ ഒരു പണിയും ചെയ്യിക്കാതെ മേശപ്പുറത്ത് വന്നിരിക്കുക, തോന്നിയതൊക്കെ കിട്ടിയതൊക്കെ എടുത്ത് തിന്നുക, അടുത്തുള്ളവർക്ക് ഉണ്ടോയെന്ന് പോലും നോക്കാതിരിക്കുക, ബാക്കിയുള്ള കുറേ വേസ്റ്റാക്കുക, എന്നിട്ട് അതേ പ്ലേറ്റുകളൊക്കെ അവിടെ തന്നെ ഇട്ടേച്ച് പോവുക. നാളെ അതേ നേരത്തെ അവിടെ വരുമ്പോൾ അതങ്ങനെ തന്നെ കിടക്കണ്ടാവും ചിലപ്പോൾ, ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണോ ആൺകുട്ടികളെ വളർത്തുന്നത്? അപ്പോൾ ഇതാണ് പെൺകുട്ടികളെ മറിച്ച് ചിന്തിപ്പിക്കുന്നതിന് കാരണവും. പെൺകുട്ടികൾ നല്ലോണം പഠിച്ച് ജോലിക്ക് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരും ജോലി ചെയ്ത് നല്ലോണം സമ്പാദിച്ചു കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ആ വീട്ടിലുള്ള പണി മുഴുവൻ ആ പെൺകുട്ടിയുടെ തലയിലാണെങ്കിൽ അവർ മാറി ചിന്തിക്കില്ലേ? വന്നാൽ എല്ലാവരുടെയും വിഴുപ്പലക്കൽ, വാഷിംഗ് മെഷീനാണെങ്കിലും അതിന് വേണ്ടതൊക്കെ ചെയ്യണ്ടേ? അതൊന്ന് എടുത്തിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാൻ ഇടണ്ടേ? ഓട്ടോമാറ്റിക് ഡ്രയർ ആണെങ്കിൽ പോലും പിന്നെയും പണിയുണ്ട്.
എല്ലാവരും അവിടെ വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് അണ്ടർവെയർ അടക്കം അഴിച്ചഴിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ വാരിപ്പെറുക്കി കൂട്ടിയിട്ട് വന്ന് ഇതിനെയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതിൽ സോപ്പ് കലർത്തി അതിനെ വേണ്ട പോലെ ഓൺ ചെയ്ത് അത് കഴിയുമ്പോൾ അതിനെ പുറത്തെടുത്ത് ഉണക്കാനിടുക, അത് വേണ്ടി വന്നാൽ അയൺ ചെയ്യുക. ഇതൊക്കെ പെൺകുട്ടികളുടെ മാത്രം പണിയായിട്ടല്ല പഠിപ്പിക്കേണ്ടത്. അടുക്കളയിലെ പാത്രം കഴുകല്, പാചകം ചെയ്യല്, സാധനങ്ങൾ വാങ്ങിക്കല്, അടുക്കളയിൽ എന്ത് സാധനം കഴിയുന്നു എന്നുള്ളത് അവിടുത്തെ പുരുഷൻ ആദ്യം അറിയണം. പെൺകുട്ടികൾ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്. വീട്ടമ്മ ഗൃഹനാഥ പറഞ്ഞിട്ടല്ല ഗൃഹനാഥൻ അറിയേണ്ടത്. കടുക് കഴിഞ്ഞു, ഉപ്പ് കഴിഞ്ഞു, പരിപ്പ് കഴിഞ്ഞു, അരി കഴിഞ്ഞു. ഇതൊക്കെ നോട്ടം ആർക്കും ആവണം? ആര് വേണം? ഗൃഹനാഥൻ വേണം. കാലിയാവുന്ന പാത്രങ്ങൾ നിറച്ച് വെക്കേണ്ടതും ഈ പുരുഷന്മാരുടെ കടമയാണ്. അടുക്കളയിൽ സഹായിക്കണം, തുണി അലക്കുന്നതിൽ സഹായിക്കാം, കുട്ടികളെ നോക്കുന്നതിൽ സഹായിക്കാം, വീട് വൃത്തിയാക്കുന്നതിൽ സഹായിക്കാം, എല്ലാറ്റിലും പുരുഷന്മാർക്കും സഹായിക്കാം. അതുകൊണ്ട് പൗരുഷം ഇല്ലാതാവുന്നൊന്നുമില്ല. ഭഗവാനെ കണ്ടു പഠിക്കുക. ഭഗവാന്റെ ഗാർഹസ്ഥ്യം ഇനി പറയാൻ പോകുന്നുണ്ട്. 70-ാം അധ്യായത്തിൽ 69-ാം അധ്യായത്തിൽ നാരദൻ കാണുന്ന ഭഗവാന്റെ ഗാർഹസ്ഥ്യം. നമ്മുടെയൊക്കെ കാരണവന്മാരും ഇതുപോലെ നല്ല രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നടത്തിയിരുന്നു. വീട്ടിലെ സ്ത്രീകളെക്കാൾ നന്നായി പാചകം ചെയ്യുന്ന പുരുഷന്മാരുള്ള വീട്ടിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത്. പുരുഷന്മാർ പാചകം ചെയ്താൽ കുറെ കൂടി പെർഫെക്റ്റ് ആയിരിക്കും. പുരുഷന്മാർ വീട് വൃത്തിയാക്കിയാൽ കുറെ കൂടി പെർഫെക്റ്റ് ആയിരിക്കും. പുരുഷന്മാർ വസ്ത്രം അലക്കിയാൽ കുറെ കൂടി നന്നായിരിക്കും. ഏത് കാര്യത്തിലും സ്ത്രീകളെക്കാൾ നന്നായി ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അത് ചെയ്തതുകൊണ്ട് ഒരു ദോഷവുമില്ല. അത് പഠിപ്പിക്കണം കുട്ടികൾക്ക്. അല്ലാതെ അവർക്ക് വായിൽ ഊട്ടിക്കൊടുക്കുക, 20-30 വയസ്സായ ആമ്പിള്ളേർക്ക് വായിൽ ഊട്ടിക്കൊടുക്കുക, കുഴച്ചു കൊടുക്കുക, അവരുടെ പ്ലേറ്റ് കഴുകാൻ അനുവദിക്കാതിരിക്കുക, മേശ ഒന്ന് കഴിച്ച ഉടനെ തുടയ്ക്കാൻ പറയാതിരിക്കുക, സ്വിച്ച് ഇട്ടത് ഓഫ് ചെയ്യാൻ പോലും അറിയില്ല അന്നത്തെ പിള്ളേർക്ക്. ആവശ്യം കഴിഞ്ഞ് ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തൊക്കെ സ്വിച്ചുകൾ ഇട്ടിട്ടുണ്ട്, ലൈറ്റ്, ഫാന്, AC എന്തൊക്കെ ഉണ്ടോ അത് ഓഫ് ചെയ്തിട്ട് പോകാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ പിന്നാലെ നടന്ന് അമ്മമാർ ചെയ്യും. അതൊക്കെയാണ് ഏറ്റവും വലിയ വൃത്തികേട്. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ മറിച്ച് ചിന്തിക്കുന്നത്. ഞങ്ങൾ തന്നെ എല്ലാം ഏറ്റെടുക്കണം, എന്തിന് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടണം, എന്നിട്ട് കുറ്റം മാത്രം ബാക്കി, എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം മാത്രം ബാക്കി. ഈ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഭീകരമായിട്ടൊരു ചിത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത്. ഞങ്ങളെന്തിന് അറിഞ്ഞറിഞ്ഞ് നരകത്തിലേക്ക് എടുത്ത് ചാടണം? ഇത് മാറ്റിമറിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. മുതിർന്നവരുടെ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. ആൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ആൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താ പറയുക, പരസ്പരം സ്വകാര്യതയിലിരുന്നു കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഏകാന്തത അവർക്ക് കൊടുക്കണം. അവർക്ക് എന്താ പറയുക, നല്ല സമയം, നല്ല സ്പേസ്, ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം. അല്ലാതെ എല്ലാറ്റിലും ചെന്ന് അച്ഛനും അമ്മയും ചെന്ന് തലയിടുക, വീട്ടിലുള്ള മറ്റംഗങ്ങളുണ്ടെങ്കിൽ അവരുമൊക്കെ ചെന്ന് തലയിടുക. അങ്ങനെ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. പരസ്പരം അവർക്ക് തമ്മിൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹമില്ലാതെയാവും, അകൽച്ച വർദ്ധിച്ചു വരും. പെൺകുട്ടിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, അവൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ നോക്കും. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വിവരം ഉള്ളവരായി, പക്വതയുള്ളവരായി മുതിർന്നവർ പെരുമാറുക. കുട്ടികളെ വളർത്തുമ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുക. അവരുടെ സ്വാതന്ത്ര്യത്തെ എന്നുവെച്ചാൽ പക്വത വന്ന വിവാഹിതരായ, അതുവരയ്ക്കാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, അതുവരയ്ക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരായി.
അവർ പക്വതയുള്ളവരാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെയും അവരുടെ കാര്യങ്ങളിൽ എപ്പോഴും മൂക്ക് കടത്താൻ പോണ്ട. അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർക്കട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ട എന്ന് പറയണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്കണം. അച്ഛനമ്മമാരോട് പറയരുത്, ആരോടും പറയരുത്. ചിന്തിക്കുക. ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൺസേൺ ഉണ്ടാവുക നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എന്നാലേ ഈ മനുഷ്യ സമൂഹം നിലനിൽക്കുകയുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ധർമ്മം. ഈ ധർമ്മത്തെയാണ് നമ്മൾ ഓരോരുത്തരും രക്ഷിക്കേണ്ടത്. ഈ ലോകം നിലനിൽക്കാൻ വേണ്ടി ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു, ഇതാണ് ധർമ്മം. അപ്പൊ ഈ ജഗത്തിന് സ്ഥിതികാരണമായിരിക്കുന്ന ജീവിത രീതികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് എന്ന് ബഹുമാനിക്കണം. എല്ലാവരും നമ്മൾ അടിച്ചമർത്തേണ്ടവരല്ല. നമ്മുടെ മക്കളാണെന്നോ മരുമക്കളാണെന്നോ വിചാരിച്ച് അവരെയൊക്കെ ചെറുതായി കണ്ട് അടിച്ചമർത്താനുള്ളവരല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ മാനിക്കുക, അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക, അവരെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അങ്ങോട്ട് നിഷ്കളങ്കമായ സ്നേഹം കൊടുക്കുക. അപ്പോൾ തിരിച്ചിങ്ങോട്ടും നിഷ്കളങ്കമായ സ്നേഹം കിട്ടും. അല്ലാതെ കച്ചവടമല്ല ജീവിതം. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നുള്ള ചിന്ത മാറ്റിയെടുക്കണം. തേന തെക്തേന ഭുഞ്ചീതാഹ മാകൃത കസ്യസിദ്ധനം. എല്ലാം ഈശ്വരൻ്റേതാണ്, നമ്മുടേതായിട്ട് ഇവിടെ ഒന്നുമില്ല. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിലേ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. ഇത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി സ്വാർത്ഥത കുറച്ചു കൊണ്ടുവന്ന് ത്യാഗബുദ്ധി അഥവാ സഹകരണ ബുദ്ധി, മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത വളർത്തിക്കൊണ്ടുവരിക. അത് കാണിച്ചു കൊടുക്കേണ്ടത് മുതിർന്നവരാണ്. ഇതിപ്പോൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കുന്നത് എനിക്കെന്ത് കിട്ടും എന്നുള്ള ചിന്തയാണെങ്കിൽ കുട്ടികൾ അതിനേക്കാൾ മൂത്ത കച്ചവടക്കാരാവും. ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരായി മാറും. അപ്പോൾ അതിൽ നിങ്ങളും ആവശ്യമില്ലാത്തൊരു വസ്തുവായിട്ട് മാറുമ്പോൾ നിങ്ങളും സ്വയം വലിച്ചെറിയപ്പെടും, പുറന്തള്ളപ്പെടും. കാരണം നിങ്ങൾ പഠിപ്പിച്ചത് കുട്ടികളെ കച്ചവടമാണ്, കടപ്പാടുകളല്ല. ഉത്തരവാദിത്വങ്ങളോ സഹകരണമോ സ്നേഹമോ കൃതജ്ഞതയോ കടപ്പാടുകളോ ഒന്നും നിങ്ങൾ കാണിച്ചു കൊടുത്തില്ല, പഠിപ്പിച്ചില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവരുടെ കാര്യം കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന ആ നിങ്ങളുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഇനി പ്രയോജനമില്ല എന്നാവുമ്പോൾ നിങ്ങളും ഒരു വേസ്റ്റായി മാറും, ഒരു അൺവാണ്ടഡ് എലമെൻ്റായി മാറും. നിങ്ങളെ കാണുന്നത് തന്നെ ചതുർത്ഥിയാകും. നിങ്ങളെ അകറ്റാനും ആട്ടാനും തുപ്പാനും തുടങ്ങും. എന്തുകൊണ്ട്? നിങ്ങൾ കൊടുത്ത ട്രെയിനിങ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ്. ഓരോരുത്തരും അർഹിക്കുന്നതാണ്. യു ഗെറ്റ് വാട്ട് യു ഡിസർവ്, നോട്ട് വാട്ട് യു ഡിസയർ. ഇപ്പം മക്കളെയോ മരുമക്കളെയോ പേരക്കുട്ടികളെയോ കുറ്റം പറയരുത്. നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ ജീവിക്കാൻ കാണിച്ചു കൊടുത്തുവോ പഠിപ്പിച്ചു കൊടുത്തുവോ അതാണ് അവർ നിങ്ങളോടും കാണിക്കുന്നത്. അതുകൊണ്ട് വൈകിയെങ്കിലും തിരുത്താൻ ശ്രമിക്കാം. എത്ര വൈകിയാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മാറ്റാം. ശ്രമിക്കുക. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ? അവിടെ ഈ സത്യ അഥവാ നഗ്നചിതി എന്ന ദേവി ഭഗവാൻ തന്നെ വരിക്കാനായിക്കൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താൽ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും, കേന തുഷ്യേത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ. കേന തുഷ്യേത്, എന്തുകൊണ്ട്, ഞാൻ എന്ത് ചെയ്താൽ ഇവർ എൻ്റെ നേരെ പ്രസാദിക്കും.
യത്പാദപങ്കജരജശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശഃ സഹ ലോകപാലൈഃ ലീലാതനൂഃ സ്വഹൃദസേതുപരീപ്സയേഷഃ കാലേ ദദത്സ ഭഗവാൻ മമ കേന തുഷ്യേത്. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപഗഃ. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപഗഃ. പുനഃ അർച്ചിതം, വീണ്ടും നന്നായി പൂജിക്കപ്പെട്ടവനായ ഭഗവാനോട് ആ രാജാവ് സംബോധന ചെയ്ത് ചോദിക്കുകയാണ്, നാരായണ ജഗൽപദേ, അല്ലയോ നാരായണ, ഈ ലോകത്തിന്റെ മുഴുവൻ കാരണഭൂതനായിരിക്കുന്നവനെ, ജഗൽപദേ, എല്ലാറ്റിൻ്റെയും രക്ഷകനായിരിക്കുന്നവനെ, ആത്മാനന്ദേന പൂർണ്ണസ്യ അൽപഗഃ അഹം കിം കരവാണി. അങ്ങ് സ്വയം ആത്മാനന്ദം കൊണ്ട് പൂർണ്ണനാണ്. ആത്മസ്വരൂപം ആനന്ദസ്വരൂപമാണെന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു കുറവുമില്ലാത്തവനായ അങ്ങേക്ക് ആത്മാനന്ദേന പൂർണ്ണസ്യ തവ അൽപഗഃ അഹം, ഈ നിസാരനായ അൽപകനായ ഞാൻ, കിം കരവാണി, എന്തു ചെയ്യണം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, കിം കരവാണി ഇതി ആഹ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നു, ആഗതനായിരിക്കുന്നു. ആഗതനായ അങ്ങേക്ക് ആതിഥേയനായ ഈ ഉള്ളവൻ അല്പനാണ്, അങ്ങ് മഹാനാണ്, അങ്ങേക്കൊരു കുറവുമില്ല, ആത്മാനന്ദം കൊണ്ട് പൂർണ്ണനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് ഞാൻ എന്തു ചെയ്യണം, എന്നിൽ നിന്ന് എന്താണ് അങ്ങ് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഈ രീതിയിൽ അങ്ങോട്ട് അഭിസംബോധന ചെയ്തു. അതിന് ഭഗവാൻ മറുപടി പറയുന്നത് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹഃ മേഘഗംഭീരയാ വാച സസ്മിതം കുരു നന്ദന. ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹഃ മേഘഗംഭീരയാ വാച സസ്മിതം കുരുനന്ദന. സുഖബ്രഹ്മർഷി മറുപടി പറഞ്ഞു, ഹേ കുരുനന്ദന, പരീക്ഷിത്ത് രാജാവിനെ സംബോധന ചെയ്യണം. അല്ലയോ ഈ കുരുവംശത്തെ ആനന്ദിപ്പിക്കുന്നവനെ, കുരുനന്ദന. കൃതാസന പരിഗ്രഹ ഭഗവാൻ, ആ ആസനം നൽകപ്പെട്ടു, അതിനെ പരിഗ്രഹിച്ചു, സ്വീകരിച്ചു, അല്ലെങ്കിൽ പൂജകളെയൊക്കെ സ്വീകരിച്ചു. എന്തൊക്കെ ചെയ്തുവോ സ്വീകരിക്കപ്പെട്ട ആ ആസനത്തോടു കൂടിയവനായിട്ടുള്ള ഭഗവാൻ ഹൃഷ്ട, ഹൃഷ്ട ഹർഷത്തോടു കൂടിയവനായി, സന്തോഷിച്ചവനായിട്ട്, മേഘഗംഭീരയാ വാച സസ്മിതം തം ആഹ. മേഘഗംഭീരയ, നല്ല മേഘഗർജനം പോലെയുള്ള, ഇടിവെട്ട് പോലെയുള്ളതായിട്ടുള്ള ഗംഭീര ശബ്ദം കൊണ്ട്, സസ്മിതം ചിരിയോടുകൂടെ, പുഞ്ചിരിയോടുകൂടെ, തം ആഹ അവനോട് പറഞ്ഞു, ആ രാജാവിനോട്, നഗ്നജിത്ത് രാജാവിനോട് ഭഗവാൻ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർനിജധർമ്മവർത്തിനഃ തദാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം. ശ്രീ ഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർനിജധർമ്മവർത്തിനഃ തദാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം. ഹേ നരേന്ദ്ര, അല്ലയോ രാജാവേ, ഭഗവാൻ പറയണം. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയണം, നിജധർമ്മവർത്തിനഃ രാജന്യബന്ധോഃ യാജ്ഞാ കവിഭിഃ വിഗർഹിത. സ്വന്തം കാര്യം പറയണം. എന്താ വിശേഷം? രാജന്യബന്ധോഃ യാജ്ഞാ കവിഭിഃ വിഗർഹിത. രാജന്യബന്ധു എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽ ജനിച്ചവൻ, ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവൻ.
ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവരായിട്ടുള്ളവർക്ക് യാജ്ഞ എന്ന് പറഞ്ഞാൽ യാചനം, എന്തെങ്കിലും അങ്ങോട്ട് ദാനമായി ചോദിച്ചു മേടിക്കൽ. അത് കവിബിഹി എന്ന് പറഞ്ഞാലോ പൂർവീകരായ ഋഷിബിഹി, വേദജ്ഞന്മാരും സ്മൃതികാരകന്മാരുമായിട്ടുള്ള ഋഷികളാൽ വിഗർഹിത, വിശേഷേണ ഗർഹിത, നല്ലപോലെ നിന്ദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് യാചിക്കുക എന്നുള്ളത് അവർക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു ക്ഷത്രിയനും ആരിൽ നിന്നും ഒന്നും യാചിച്ചു മേടിക്കേണ്ടവനല്ല. അവൻ അങ്ങനെ വല്ലതും ചെയ്യുന്നതോടുകൂടി അവൻ അത്യന്തം നിന്ദ്യനായി തീരുന്നു. അവനെ പിന്നെ ആരും ആശ്രയിക്കാൻ പാടില്ല. അതാണ് മഹാഭാരതത്തിലെ കർണന്റെ കഥ. കർണൻ നശിച്ചു. എങ്ങനെ നശിച്ചു? ദുര്യോധനനിൽ നിന്ന് അംഗരാജ്യം എന്നുള്ള രാജ്യം ദാനമായി സ്വീകരിച്ചതോടു കൂടിയിട്ട് പിന്നെ കർണന് ഒരു വാല്യൂവും ഇല്ല. വാസ്തവത്തിൽ അറിവില്ലാത്ത ആളുകളാണ് കർണനെ പിന്നെ അദ്ദേഹത്തിന്റെ ദാനശീലവും പറഞ്ഞ് പുകഴ്ത്തുന്നത്. സ്വയം കിട്ടിയതേ ദാനം, തൻ്റെ ജീവിതമേ ദാനമായിട്ട്, തൻ്റെ പദവിയെ ദാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവന് പിന്നെ എന്ത് ദാനം കൊടുക്കാനുള്ളത്? വല്ലവന്റെ അടുത്ത് ദാനം കൊടുക്കുന്നതാണ് ദാനം. അപ്പൊ അതൊന്നും ദാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല കർണന്റെ ദാനമൊന്നും. ആ ഒരു സ്വഭാവമുണ്ട് ആൾക്ക്, ക്ഷത്രിയനായതുകൊണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷത്രിയ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ദാനം കൊടുക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നത്. അത് ദാന സ്വഭാവം ക്ഷത്രിയ സ്വഭാവമാണ്. പക്ഷേ അദ്ദേഹം എപ്പോൾ നശിച്ചു? ദുര്യോധനനിൽ നിന്ന് ഈ രാജ്യം ദാനമായി സ്വീകരിച്ചതോടു കൂടിയിട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ. സ്വന്തം പൗരുഷം കൊണ്ട് നേടേണ്ടതാണ് ഒരു രാജാവ് രാജ്യം. അല്ലെങ്കിൽ ദായക്രമത്തിൽ പിതാവിൽ നിന്ന് പുത്രൻ, മൂത്തപുത്രൻ എന്നുള്ള ക്രമത്തിൽ വന്ന് അതും അർഹത തെളിയിക്കണം. അല്ലാതെ പ്രിവിലേജ്ഡായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് സ്വന്തം കഴിവ് തെളിയിക്കണം, താൻ അതിന് അർഹനാണ് എന്ന് തെളിയിക്കുക കൂടി വേണം. അപ്പോഴേ അയാൾക്ക് ആ പദവിയിലേക്ക് വരാൻ ഉള്ളൂ. അല്ലാതെ നാട്ടുകാരുടെ നിന്നൊക്കെ ദാനം സ്വീകരിച്ചാൽ അത് സ്വയം നശിക്കുകയാണ്. അപ്പോൾ ക്ഷത്രിയന്മാർക്ക് യാജ്ഞ അഥവാ ദാനം വിഗർഹിതമാണ്, നിന്ദ്യമാണ്. ഭഗവാൻ തന്നെ പറയണം, ഓ രാജന്യബന്ധോഹോ യാജ്ഞ കവിഭിഹി വിഗർഹിത. എങ്ങനെയുള്ള രാജാക്കന്മാർക്ക്? നിജധർമ്മവർത്തിനഃ, അവനവന്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, ധർമാനുസാരിയായി ജീവിക്കുന്ന ക്ഷത്രിയന്മാർക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ദാനം സ്വീകരിക്കുന്നത് അത്യന്തം നിന്ദ്യമാണ്. അപ്പോൾ തൻ്റെ കാര്യമാണ് പറയുന്നത്. താനും ഒരു ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനാണ്, യദുവംശത്തിൽ ജനിച്ചവനാണ്. തനിക്ക് ദാനം സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും തഥാപി അപ്രകാരമാണെങ്കിലും യാചേ തവ സൗഹൃദേച്ഛയാ, തവ സൗഹൃദേച്ഛയ, അങ്ങയുമായിട്ടുള്ള സൗഹൃദം ഇച്ഛിച്ചുകൊണ്ട്, അങ്ങയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അഹം യാചേ, ഞാൻ യാചിക്കുന്നു. എന്താ യാചിക്കണത്? കന്യാം ത്വദീയാം കന്യാം അഹം യാചേ, അങ്ങയുടെ പുത്രിയെ, അങ്ങയുടെ കന്യകയായ പുത്രിയെ ഞാൻ യാചിക്കുന്നു. ഇനി അതിനെന്തെങ്കിലും പ്രതിഫലം തരാൻ പറ്റുമോ? ഇനി രാജാക്കന്മാർ അങ്ങനെയുണ്ട്, കന്യാദാനം എന്നാണല്ലോ പറയുക. അപ്പോൾ ഒന്നുകിൽ തൻ്റെ വീര്യം തന്നെ ശുൽക്കമായി കൊടുത്തിട്ട് സ്വീകരിക്കണം, തൻ്റെ വീര്യം പ്രകടിപ്പിച്ച്, ശക്തി പ്രകടിപ്പിച്ച്, കഴിവ് തെളിയിച്ചിട്ട് അവളെ സ്വീകരിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ശുൽക്കം കൊടുക്കണം. അപ്പൊ എന്താ കന്യാശുൽക്കം? അതാണ് നമ്മുടെ ഭീഷ്മരുണ്ടാക്കി വെച്ച വന, അല്ലേ? നമ്മുടെ പാണ്ഡുവിന് കുന്തി എന്ന ഭാര്യ ഇരിക്കെ തന്നെ വീണ്ടും മാദ്രി എന്ന കന്യകയെ ചെന്ന് മാദ്രദേശത്ത് ചെന്ന് യാചിച്ചു. യാചിച്ചപ്പോൾ ആ രാജാവ്, മാദ്ര രാജാവ് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒട്ടും സാമ്യം ഇല്ല, ചേരില്ല. നിങ്ങളെവിടെ കിടക്കണു, നമ്മളെവിടെ കിടക്കണു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ഒന്ന് ബാലൻസ് ചെയ്യാനായിക്കൊണ്ട്, ഒന്ന് ഈക്വലൈസ് ചെയ്യാനായിക്കൊണ്ട് നിങ്ങളുടെ കുറേ രാജ്യവും കുറേ സൈന്യവും കുറേ ഭടന്മാരെയും ഒക്കെ ഞങ്ങൾക്ക് തരൂ ശുൽക്കമായിട്ട്.
എങ്കിൽ ഞങ്ങളുടെ കന്യകയെ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ശുൽക്കം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വെനയാണ് മാദ്രി. ഭീഷ്മരുണ്ടാക്കി വെച്ച വെനയാണ് പാണ്ഡുവിൻ്റെ മരണത്തിന് കാരണഭൂതയായ മാദ്രി. എല്ലാം ഈശ്വര നിശ്ചയം എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് വേണം കന്യകയെ സ്വീകരിക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞത്. നഹി ശുൽക്കതാ വയം, വയം നഹി ശുൽക്കത, ഞങ്ങൾക്ക് കന്യകയ്ക്ക് തുല്യമായിട്ടുള്ള ശുൽക്കം നൽകാൻ, ധനം നൽകാനുള്ള പ്രാപ്തിയൊന്നുമില്ലാത്തവരാണേ, പാവങ്ങളാണേ എന്ന മട്ടിൽ ഭഗവാൻ അവിടെ ചെന്ന് യാചിക്കുകയാണ്. പ്രതിഫലമായിട്ടൊന്നും തരാനില്ല, അങ്ങയുടെ മകളെ എനിക്ക് വേണം, അങ്ങയുമായിട്ടുള്ള ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ വാവിട്ട് ഭഗവാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഭഗവാന് എന്താ ആത്മജ്ഞാനം കൊണ്ട് തൃപ്തനാണ്, ആത്മബോധം കൊണ്ട് തൃപ്തനാണ്. എങ്കിലും ഇതൊക്കെ ഭഗവാന്റെ നാടകമാണ്. എന്താ, തന്നെ മനസ്സുകൊണ്ട് വരിച്ച യാചിക്കുന്ന ആ കന്യകയെ ഏത് പ്രകാരത്തിലും ഭഗവാൻ സ്വന്തമാക്കും എന്നുള്ളത് കാണിക്കുകയാണ്. ഏത് നാണം കെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഭഗവാൻ അവൾക്ക് വേണ്ടി യാചിക്കുന്നു. നോക്കൂ ഭഗവാന്റെ ഒരു കാരുണ്യം. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ നഹി ശുൽക്കതാ വയം എന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ മത്സരങ്ങളെല്ലാം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സൂചനയുണ്ട്. അതിലൊന്നും എന്നെ നിർബന്ധിക്കരുത്. വലിയ വലിയ കൂറ്റൻ കാളകളെ 7 എണ്ണത്തിനെയൊന്നും ബന്ധിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. എന്നെ പരീക്ഷിക്കരുത്. ഒരു പരീക്ഷണവുമില്ലാതെ അവളെ ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ കൊണ്ടുപോകാം എന്ന മട്ടിലാണ് ഭഗവാൻ ഇത് അവതരിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ രാജാവ് എന്ത് മറുപടി പറയണമെന്ന് നോക്കാം. രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരൈഹേപ്സിതഃ ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസതി അനപായിനി. രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരൈഹേപ്സിതഃ ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസതി അനപായിനി. ആ നഗ്നജിത്ത് എന്ന രാജാവ് പറയണ, ഹേ നാഥ, ഭഗവാനെ നാഥ എന്നെ വിളിക്കണു, ഹേ നായക രക്ഷിതാവേ, ഇഹ ഈപ്സിതഃ കന്യാവരഃ തേ അഭ്യധികഃ അന്യഃ കഃ. അങ്ങയേക്കാൾ കേവനായിട്ട് ആരാണുള്ളത്? ഇവൾക്ക് യോഗ്യനായിട്ടുള്ള വരനായിട്ട് നല്ലൊരു തൻ്റെ ആ ഒരു നിശ്ചയത്തെ അല്ലെങ്കിൽ തൃപ്തിയെ പ്രകടിപ്പിക്കുകയാണ്. അതാണ് ഇഹ, ഈ ലോകത്ത് ഈപ്സിതഃ കന്യാവരഃ, ആഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും നല്ല കന്യാവരൻ, എലിജിബിൾ അല്ലെ, യോഗ്യനായിട്ടുള്ള വരൻ. തേ അഭ്യധികഃ അന്യഃ കഃ, അങ്ങയേക്കാൾ അഭ്യധികനായിട്ട് കേമനായിട്ട് ശ്രേഷ്ഠനായിട്ട് വേറെ ആരാണുള്ളത്? അങ്ങയല്ലാതെ പിന്നെ ആരെയാണ് വരിക്കുക? ഗുണൈകദാംനഃ യസ്യ അംഗേ ശ്രീഹി വസതി. ഗുണൈകദാംനഃ, ഗുണങ്ങൾക്കെല്ലാം ഏകദാമമായിരിക്കുന്നവനാണ് അങ്ങ്. എല്ലാ ഗുണങ്ങളുടെയും ഏകദാമം എന്ന് വെച്ചാൽ ഒറ്റ വാസസ്ഥാനം. എല്ലാ ഗുണങ്ങളും ഒന്നിച്ചാരിൽ വസിക്കുന്നുവോ? അനന്ത കല്യാണ ഗുണമൂർത്തിയായിരിക്കുന്ന യസ്യ, ഏതൊരുവന്റെ അംഗേ ശരീരത്തിൽ ശ്രീഹി വസതി, ലക്ഷ്മീദേവി വസിക്കുന്നു. എങ്ങനെ വസിക്കുന്നു? വല്ലപ്പോഴും വന്നുപോയിക്കൊണ്ടല്ല. അനപായിനി ശ്രീഹി വസതി. അനപായിനി, അപായമില്ലാത്തവളായിട്ട്, അകലമില്ലാത്തവളായിട്ട്, പെർമനന്റ് ആയിട്ട്. അപ്പൊ ലക്ഷ്മിയുടെ പെർമനന്റ് റെസിഡൻസ് ആരുടെ ശരീരമോ, എല്ലാ ഗുണങ്ങളുടെയും വിളനിലം, ഉത്ഭവസ്ഥാനം ആരാണോ, അങ്ങനെയുള്ള അങ്ങയേക്കാൾ യോഗ്യനായിട്ട് വേറൊരു കന്യാവരൻ ആരാണുള്ളത്? അങ്ങ് തന്നെയാണ് ഏറ്റവും യോഗ്യൻ എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്നാലും കിന്തു പരന്തു, എന്താണ്? കിന്തു അസ്മാഭികൃതഃ പൂർവം സമയഃ സത്വദർശഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ. കിന്തു അസ്മാഭിഃ കൃതഃ പൂർവം സമയഃ സത്വദർശഭ
പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ. കിന്തു എന്നാലും സാത്വദർശഭ, അല്ലയോ ഭക്തന്മാരുടെ എല്ലാം അനുഗ്രഹങ്ങളെ വർഷിക്കുന്നവനെ, അവർക്കെല്ലാം വേണ്ട വരങ്ങളെ വർഷിക്കുന്നവനെ, കന്യാവര പരീപ്സയാ പുംസാം വീര്യപരീക്ഷാർത്ഥം അസ്മാഭിഹി സമയം പൂർവം കൃത. ഇവിടെ കന്യാവര പരീപ്സയ, ഈ കന്യയെ സ്വീകരിക്കാൻ വരുന്ന വരന്റെ ശക്തി പരീക്ഷിക്കുവാൻ ഇച്ഛിച്ച്, പരീക്ഷ തന്നെയാണ്. അപ്പോൾ ആ പരീക്ഷിക്കാനായിക്കൊണ്ട് കന്യാവരനെ പ്രാപിക്കാനുള്ള ഇച്ഛ കൊണ്ട് പുംസാം വീര്യപരീക്ഷാർത്ഥം, പുരുഷന്മാരുടെ വീര്യത്തെ പരീക്ഷിക്കുവാനായിക്കൊണ്ട് അസ്മാഭിഹി, എന്നാൽ ഈ കുട്ടിയുടെ അച്ഛനായ എന്നാൽ സമയ പൂർവം കൃത. സമയ കൃത, സമയ എന്ന് പറഞ്ഞാൽ നിശ്ചയ, സമയം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ എന്നർത്ഥമാണ്, ഒരു നിയമം. പൂർവം കൃത, മുമ്പേ നിശ്ചയിക്കപ്പെട്ടു പോയി. ഓൾറെഡി ഈ നിയമം ഇവിടെ ഉണ്ട്, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരുപാട് പേർ ഇവിടെ വന്നു പോയി കഴിഞ്ഞു. അപ്പൊ ഇനി വേറൊരാൾക്ക്, പുതിയൊരാൾക്ക് എക്സംഷൻ കൊടുക്കുന്നത് മര്യാദയല്ലല്ലോ, അവരോട് കാണിക്കുന്ന അനീതിയല്ലേ. അപ്പൊ അവരെല്ലാം വന്ന് ബഹളം ഉണ്ടാക്കില്ലേ, ഇവിടെ അവരെല്ലാം യുദ്ധത്തിന് വരില്ലേ. അപ്പൊ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ധർമ്മം അനുഷ്ഠിക്കണ്ടേ? ഇതാണ് ചോദിച്ചു വരുന്നത് അതിന്റെ തുടർച്ച. സപ്തൈതേ ഗോവൃഷാവീര ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാഃ സുബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ. സപ്തൈതേ ഗോവൃഷാവീര ദുർദാന്താ ദുരവഗ്രഹാഃ ഏതൈർഭഗ്നാഃ സുബഹവോ ഭിന്നഗാത്രാ നൃപാത്മജാഃ. ഹേ വീര, അല്ലയോ വീരനായ ഭഗവാനെ, അങ്ങേക്ക് പരാക്രമമുണ്ട്, അറിയാം ഞങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങേക്ക് ഇത് അസാധ്യമല്ല, അങ്ങേക്ക് സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പറയാണ്. ഏതേ സപ്ത ഗോവൃഷാഹ, ഇതാ ഇവിടെ 7 കൂറ്റൻ കാളകളുണ്ട്, ഗോവൃഷങ്ങളുണ്ട്. എങ്ങനെയുള്ളവ? ദുരവഗ്രഹാഹ, അവഗ്രഹം ചെയ്യാൻ ദുഃഖമുള്ളത്. അവഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക, പിടിച്ചു കെട്ടുക, ബന്ധിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ആർക്കും ബന്ധിക്കാനും നിയന്ത്രിക്കാനും അടക്കാനും സാധിക്കാത്തവയാണ്, ദുരവഗ്രഹങ്ങളാണ്. ദുർദാന്താഹ, ദാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ദമമുള്ളവ, അടക്കമുള്ളവ, പക്വതയുള്ളവ, മര്യാദയുള്ളവ. അത് ദുർദാന്താഹ എന്ന് പറഞ്ഞാൽ ദുഷിച്ച സ്വഭാവത്തോടു കൂടിയവർ, ഒട്ടും അടക്കമില്ലാത്തവർ എന്നർത്ഥം. എല്ലാ വികൃതിയും ചേഷ്ടകളും ഉള്ളതാണ് ഈ അടക്കമില്ലാത്തവയാണ് ഈ കാളകൾ. സുബഹവഃ നൃപാത്മജാഃ ഏതൈഹി ഭിന്നഗാത്രാഃ. സുബഹവഃ, ഒരുപാട്, നൃപാത്മജാഃ, രാജകുമാരന്മാർ, ഏതൈഹി, ഈ 7 കാളകളാൽ, ഇവകളാൽ, ഭിന്നഗാത്രാഃ, ശരീരം ഭേദിക്കപ്പെട്ടവരായി, ഭഗ്നാഃ, ഭഞ്ചിക്കപ്പെട്ടവരായി, തിരിച്ച് പ്രാണനും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ പരിക്കേൽപ്പിക്കുകയും അംഗവൈകല്യം വരുത്തുകയും ചെയ്ത് പരാജയപ്പെടുത്തി, അവരുടെ ആശാഭംഗമുണ്ടാക്കി, അവരുടെ അഹങ്കാരത്തെ ഹേർട്ട് ചെയ്ത് വേദനിപ്പിച്ച്, അവരുടെ ഉള്ളിൽ പ്രതികാര ബുദ്ധിയെ ജനിപ്പിച്ച് അങ്ങനെ ഇവിടുന്ന് പറഞ്ഞേക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്, അവരിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ രാജാക്കന്മാരുടെയൊക്കെ ചാരന്മാരുടെ ഉണ്ടാവും, ഇവളുടെ കല്യാണം ഒന്ന് നടക്കുന്നതെന്ന് കാണട്ടെ, ആരാ വന്ന് ഈ കാളകളെ ബന്ധിച്ച് ഇവളെ കൊണ്ടുപോകണമെന്ന് കാണട്ടെ, ഇവൾക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല, ഇവളെ മൂക്കിൽ പല്ല് വന്ന് ഇവിടെ ഇരിക്കാൻ പോകണേ ഉള്ളൂ മുതുക്കിയായിട്ട് എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ 7 കൂറ്റൻ കാളകളെ ഒന്നിച്ച് ഒരേ സമയം ബന്ധിക്കാൻ ശക്തിയുള്ളവരായിട്ടുള്ള മനുഷ്യന്മാരാരും ഈ ഭൂമിയിൽ ഇല്ല. ഇതൊരു അമാനുഷികനായിട്ടുള്ള ഒരാൾക്കേ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സൂക്ഷ്മ ദർശനത്തോടെ ഇരിക്കുന്നുണ്ട്, ശത്രുക്കളായിട്ട് അവസരം കിട്ടിയാൽ ആക്രമിക്കാനായിട്ട്. കാരണം അപ്പോ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അങ്ങയെ വെറുമൊരു കന്യാദാനം ചെയ്താൽ അങ്ങ് ഒരു ശുൽക്കവും ഇങ്ങോട്ട് തരാതെ, അങ്ങയുടെ വീര്യം പ്രകടിപ്പിക്കാതെ ഇവളെ കൊണ്ടുപോയാൽ അത്
നമുക്കൊരിക്കലും സ്വൈരമുണ്ടാവില്ല. പിന്നെ ഇതാണ് പറയുന്നത്, യദിമേ നിഗൃഹീതാസ്യുഃ ത്വയൈവ യദു നന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയഃ പതേ. യദിമേ നിഗൃഹീതാസ്യുഃ ത്വയൈവ യദു നന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയഃ പതേ. യത് ഇമേ നിഗൃഹീതാസ്യുഃ. യത് എന്തെന്നാൽ ഇമേ ഇമേ സപ്ത ഗോവൃഷയഃ, ഈ 7 കാളകൾ നിഗൃഹീതാഹ സ്യുഃ, നിഗൃഹീതരായി ഭവിക്കും എങ്കിൽ. യതി ആരാൽ? ത്വയായേവ യദുനന്ദന, യാദവ വംശത്തെ ആനന്ദിപ്പിക്കുന്നവനായ ഹേ ഭഗവാനെ കൃഷ്ണ, ത്വയായേവ അങ്ങയാൽ തന്നെ, നിഗൃഹീതാസ്യുഹു യതി നിഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ, അടക്കപ്പെടുകയാണെങ്കിൽ, ശ്രിയഃ പദേ അല്ലയോ ലക്ഷ്മീപദേ, മേ ദുഹിതുഹു അഭിമതഃ വരഃ ഭവാൻ, എൻ്റെ മകൾക്ക് അഭിമതനായിട്ടുള്ള, എല്ലാവർക്കും സമ്മതനായിട്ടുള്ള വരൻ, ഭർത്താവ് ഭവാനേവ, അങ്ങ് തന്നെയാണ്. അപ്പോൾ ഈ 7 കാളകളെയും ഒരേ സമയത്ത് ബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് എൻ്റെ മകളുടെ ഭർത്താവ്. അങ്ങേക്ക് തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പണ്ടത്തെ വ്യവസ്ഥ നിലനിൽക്കുന്നു. ആ വ്യവസ്ഥ പാലിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആ 7 കാളകളും ചത്തുപോയിരുന്നെങ്കിൽ വേണമെങ്കിൽ മാറ്റാമായിരുന്നു, അല്ലേ? അതെല്ലാം നിലനിൽക്കേ മാറ്റാൻ നിവൃത്തിയില്ല. അങ്ങേക്കും ബാധകമാണ്. അങ്ങ് വീരനാണ്, അങ്ങേക്കത് കഴിയും. അങ്ങയുടെ വീര്യം കൊണ്ട് ഈ 7 കാളകളെയും ബന്ധിച്ച് ഇവളെ കൊണ്ടുപോയിക്കോളൂ, എല്ലാവർക്കും സമ്മതം തന്നെ എന്ന് പറയണ്. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തധാ കൃത്വ നിഗൃണ്ണാത് ലീലയൈവ താൻ. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തധാ കൃത്വ നിഗൃണ്ണാത് ലീലയൈവ താൻ. ഏവം സമയം ആകർണ്യ, ഏവം ഇപ്രകാരം, സമയം എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥയെ, നിശ്ചയത്തെ, നിയമത്തെ, ആകർണ്യ കേട്ടിട്ട്, പ്രഭുഃ സർവശക്തനായ ഭഗവാൻ, പരികരം ബദ്ധ്വാ, പരികരം ബദ്ധ്വാ എന്ന് പറഞ്ഞാല് കച്ച കെട്ടിയിട്ട് എന്നർത്ഥം. തൻ്റെ വേഷ്ടിയൊക്കെ നല്ലോണം ഒന്ന് മുറുക്കി കെട്ടി അതിൻ്റെ മുകളിൽ തൻ്റെ ഉത്തരീയത്തെ കച്ചയായിട്ട് ബന്ധിച്ചു. എന്നിട്ട് കയ്യും കാലും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തു. കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റിയിട്ടുണ്ടാവും. തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി സ്വയം മല്ലയുദ്ധത്തിന് സജ്ജനായി എന്നർത്ഥം. ഇതാണ് പരികരം ബദ്ധ്വാ ആത്മാനം സപ്തധാ കൃത്വ, തന്നെ തന്നെ 7 ചെയ്തിട്ട്. ഇത് വേറെ ആർക്ക് സാധിക്കും? ഒരേ സമയം താൻ തന്നെ 7 മൂർത്തികളെ എടുത്തിട്ട് ആത്മാനം സപ്തധാ കൃത്വ നിഗൃണ്ണാത് ലീലയായേവ താൻ, ലീലയായേവ കളിയായിട്ട് താൻ നിഗൃണ്ണാത് ആ 7 കാളകളെ സപ്തവൃഷാൻ നിഗൃണ്ണാത്, നിഗൃണ്ണാത് നിഗ്രഹിച്ചു ബന്ധിച്ചു എന്നർത്ഥം. നിഗൃണ്ണാത് നിതരാം ഗൃണ്ണാത്, നന്നായി ബന്ധിച്ചു, മൂക്ക് കയറിട്ട് പിടിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോ ഭഗവാൻ സമർത്ഥനാണ്. താൻ എത്ര വിവാഹം കഴിച്ചാലും അവരെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള സാമർഥ്യം തനിക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ 7 രൂപം ധരിച്ചുകൊണ്ട് ഒരേ സമയം 7 കാളകളെയും നിമിഷനേരം കൊണ്ട് ബന്ധിച്ചു. ബദ്ധ്വാ താൻ ദാമഭിശൗരിഃ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. ബദ്ധ്വാ താൻ ദാമഭിശൗരിഃ ഭഗ്നദർപ്പാൻ ഹതൗജസഃ വ്യകർഷത് ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. അപ്പോ ശൗരിഹി, ഭഗവാൻ ശൂരസേനന്റെ പൗത്രൻ, ശൗര്യം കൊണ്ട് ശൗരി, എല്ലാ അർത്ഥത്തിലും ശൗരിയാണ് ആ ഭഗവാൻ. ശൗരിഹി ഭഗ്നദർപ്പാൻ,
അഹങ്കാരം ഭഞ്ജിക്കപ്പെട്ടവരായ 7 കാളകളെ, അടങ്ങിയവരായ 7 കാളകളെ, ഹതൗജസഹ, അവരുടെ ഓജസ്സെല്ലാം ഹനിക്കപ്പെട്ടു, അവരുടെ ശക്തിയെല്ലാം അടക്കപ്പെട്ടു, ക്ഷയിക്കപ്പെട്ടു, ക്ഷീണിതരായി. ഭഗവാന്റെ പിടുത്തത്തിൽ അവയുടെ ശക്തി ക്ഷയിച്ചു. അങ്ങനെ ഹതൗജസഹ താൻ ആ കാളകളെ ദാമഭിഹി ബദ്ധ്വ, കയറുകൾ കൊണ്ട് ബന്ധിച്ചു ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ദാരുമയാൻ ബദ്ധാൻ ബാലഹ യഥാ ലീലയാ വ്യകർഷത്ത്. ദാരുമയാൻ ബദ്ധാൻ ബാലഹ യഥ, മരം കൊണ്ട് കാളകളെയൊക്കെ കളിപ്പാവകളെയൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയുള്ള ദാരുക്കളെ കൊണ്ട്, മരങ്ങളെ കൊണ്ടുണ്ടാക്കിയ അവയെ ബന്ധിക്കുന്നത് പോലെ, ബന്ധിക്കപ്പെട്ടവയെ പോലെ ആക്കിയിട്ട് ബാലഹ യഥ, ഒരു കൊച്ചുകുട്ടി തന്റെ കളിപ്പാട്ടങ്ങളെ വലിച്ചു കളിക്കും പോലെ, ലീലയാ വ്യകർഷത്, ഭഗവാൻ കളിയായിട്ട് 7 കാളകളെയും വലിച്ചുകൊണ്ട് നടന്നു, പാവകളെ കൊണ്ട് നടക്കും പോലെ. പാവകൾ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വല്ല ചേഷ്ടയുണ്ടോ? ഒരു ഇന്ദ്രിയവും ചലിക്കില്ല, നല്ല അടക്കമുള്ളതാണ് പാവകൾ, അല്ലേ? അപ്പൊ അതുപോലെ പാവകളെ പോലെ യാതൊരു ശക്തിയും പൗരുഷവും ചേഷ്ടയുമില്ലാത്ത ജഡസമാനം ഭഗവാനെ അനുസരിക്കുന്നവരായി തീർന്നു ഈ 7 കാളകളും. അത്ര ഗംഭീരമായിട്ട് അവയുടെ ഓജസ്സിനെയൊക്കെ അടക്കി, അവരുടെ അഹങ്കാരത്തെയൊക്കെ ഇല്ലാതാക്കി ഭഗവാൻ അവയെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊച്ചുകുട്ടി പാവകളെ വലിച്ചു നടക്കും പോലെ, മരപ്പാവകളെ കൊണ്ടു നടക്കും പോലെ ഈ 7 കാളകളെയും വലിച്ചുകൊണ്ട് തന്റെ പൗരുഷം കാണിച്ചു. ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലെയും ബലം, അല്ലേ? എല്ലാ ചരാചരങ്ങൾക്കും ബലം കൊടുക്കുന്നവൻ ഭഗവാനാണ്. ബലം ബലവതാം ചാഹം, ബലവാന്മാരിലെ ബലം ഭഗവാനാകുന്നു. അപ്പൊ എന്തായാലും ഇവയെ വലിച്ചുകൊണ്ട് നടന്നു. തതഃ പ്രീതഃ സുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ. തതഃ പ്രീതഃ സുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതഃ താം പ്രത്യഗൃഹാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭുഃ. തതഃ അനന്തരം പ്രീതഃ രാജാ, സന്തോഷിച്ചവനായിട്ടുള്ള രാജാവ് ഇത് തന്നെയാണ് കാത്തിരിക്കുന്നത്, ഇത് തന്നെയാണ് രാജാവിന് വേണ്ടത്. അല്ലെങ്കിൽ തൻ്റെ മകൾ എന്താ പറയുക, എന്നും അവിടെ നിന്നു പോകും വിവാഹം കഴിയാതെ. അപ്പൊ നല്ലൊരു യോഗ്യനായിട്ടുള്ളൊരു വരൻ തന്നെയാണ് ഭഗവാൻ വന്നു, ഭഗവാൻ വിജയിച്ചു, അതുകൊണ്ട് സന്തോഷിച്ചു. വിസ്മിത, ആശ്ചര്യത്തോടു കൂടിയവനായിട്ടുള്ള ഭഗവാന്റെ ഈ ലീല കണ്ടിട്ട് കൃഷ്ണായ, ആ കൃഷ്ണനായിക്കൊണ്ട് സുതാം ദദൗ, തന്റെ മകളെ ദാനം ചെയ്തു, കന്യാദാനം ചെയ്തു. പ്രഭു ഭഗവാൻ, ആ സമർത്ഥനായ ഭഗവാനാകട്ടെ സദൃശീം താം വിധിവത് പ്രത്യഗൃഹാത്, ഭഗവാൻ സദൃശിയായ, തനിക്ക് സമാനയായിട്ടുള്ള യോഗ്യയായിട്ടുള്ള ആ രാജകുമാരിയെ, ആ സത്യാദേവിയെ വിധിവത് പ്രത്യഗൃഹാത്, വിധിപ്രകാരം പ്രതിഗ്രഹിച്ചു. വിധിപ്രകാരമുള്ള വിവാഹ ചടങ്ങുകളെല്ലാം നടത്തിക്കൊണ്ട് മഹാത്മാക്കളായ ബ്രാഹ്മണരുടെയും ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാം അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട്, ഈശ്വരാനുഗ്രഹത്തിനായിക്കൊണ്ടുള്ള ഹോമാദികളൊക്കെ ചെയ്തുകൊണ്ട്, പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വിധിപ്രകാരം എങ്ങനെ വിവാഹം നടത്തണോ അതുപോലെ ഭഗവാൻ അവിടെ അവരെ കൊണ്ട് വിവാഹം നടത്തിച്ച് അതിൽ കന്യാദാനമായി ഇവളെ സ്വീകരിച്ചു. ഇനി അതിൻ്റെ എന്താ പറയുക, തുടർച്ചയായ ആഘോഷങ്ങളും, ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ മറ്റു രാജാക്കന്മാർ വന്ന് ഭഗവാനെ ആക്രമിക്കുന്നതും, ഭഗവാന്റെ സഹായിയായി അർജുനൻ വന്ന ആ രാജാക്കന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതും, ഭഗവാൻ അതിനാലൊന്നും ബാധിക്കപ്പെടാതെ കന്യകയുമായിട്ട് ദ്വാരകയിലേക്ക് പോകുന്നതും ഒക്കെയാണ് തുടർന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റ് 2 വിവാഹങ്ങൾ നമുക്ക് വൈകുന്നേരം കാണാം. ഉള്ള 11 ശ്ലോകങ്ങളുണ്ട്, ബാക്കി വൈകുന്നേരം നോക്കാം. ഭഗവാൻ വിധിപ്രകാരം സത്യയെ വിവാഹം കഴിച്ചു, വീരസുൽക്കം കൊണ്ട് നേടിയെടുത്തവളാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം. അധ്യായത്തിൻ്റെ ബാക്കി വൈകുന്നേരം കാണാം. ഹരി ഓം.